സുന്നത്തു ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളുടെ പ്രചരണത്തിനു വേണ്ടി, അതിന്റെ നിലനിൽപ്പിനു വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മഹത്തായ സംഘടനകൾ, ആ സംഘടനയിൽ പ്രധാനപ്പെട്ടതാണ് യുവജനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സുന്നി യുവജന സംഘവും വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുന്നി വിദ്യാർത്ഥി സംഘടനയും. ഈ രണ്ടു സംഘടനയുടെയും യൂണിറ്റ് സമ്മേളനം കൂടെയാണ് യഥാർത്ഥത്തിൽ ഇന്നിവിടെ നടക്കുന്നത്. അതുപോലെ തന്നെ കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാസാന്തം നിർവഹിക്കുന്ന മഹ്ളറത്തുൽ ബദരിയ, ആ മഹത്തായ ആത്മീയ മജ്ലിസിന്റെ വാർഷികം കൂടെയാണ് യഥാർത്ഥത്തിൽ ഈ സദസ്സിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അൽഹംദുലില്ലാഹ്, വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഈ പറയപ്പെട്ടതല്ല. നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈമാൻ എന്നതു കഴിഞ്ഞാൽ സ്വാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരോടൊപ്പം അവരുടെ വാക്കുകൾ അനുസരിച്ചും സ്വീകരിച്ചും അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചും മുന്നോട്ടു പോകാനുള്ള മഹാസൗഭാഗ്യം നമുക്കുണ്ടായി എന്നതാണ് നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. പുതിയ കാലത്ത് നേരത്തെ പ്രഭാഷണങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ഉമ്മത്തിന്റെ ലേബിളിൽ നിന്നുകൊണ്ട് തന്നെ മതത്തെ പ്രതിനിധാനം ചെയ്ത് ഈ വിശുദ്ധമായ മതത്തെ പ്രചരിപ്പിക്കുന്നു എന്ന വ്യാജേന പലരും അവരവരുടേതായ പുതിയ ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഒരു ഭാഗത്ത് അത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മറുഭാഗത്ത് ആത്മീയമായ വഴികളെ ചൂഷണം ചെയ്ത് തങ്ങളുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള കള്ളത്തരീക്കത്തിന്റെയും ആത്മീയ ചൂഷകരുടെയും പ്രവർത്തനങ്ങൾ മറ്റൊരു ഭാഗത്ത് നടക്കുകയാണ്. ഇതിന്റെ എല്ലാം ഇടയിൽ സത്യത്തെ കൃത്യമായി മനസ്സിലാക്കിയും ജനസമൂഹത്തിന് ബോധ്യപ്പെടുത്തിയും വ്യക്തമായ നിലപാടോടെയും ആദർശനിഷ്ഠയോടെയും മുന്നോട്ടു പോകുന്ന കരുത്തുറ്റ പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നു, അതിന്റെ പ്രവർത്തകരാകുന്നു, അതിനുവേണ്ടി അധ്വാനിക്കുന്നു, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു എന്നത് നമുക്ക് അല്ലാഹു നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില ആരാധനകൾ, നമുക്ക് പരിചയമുള്ള ചില ആരാധനകളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രത്യയ ശാസ്ത്രമല്ല. ആ ആദർശം എന്ന് പറയുന്നത് ഏതെങ്കിലും ചില വിഭാഗത്തെ മാത്രം പരിഗണിക്കുകയോ അവരിൽ മാത്രം ഒതുങ്ങുകയോ ചെയ്യുന്ന ഒരാശയമല്ല. ഈ ലോകത്തിന്റെ സർവാധികാരങ്ങളെയും വിശ്വാസിയും അവിശ്വാസിയും മനുഷ്യനും മനുഷ്യേതര ജീവികളും ഈ പ്രകൃതിയും ഈ ഭൂമിയും സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും നക്ഷത്രങ്ങളും തുടങ്ങി സർവാധികാരങ്ങളെയും സർവാധി വിഷയങ്ങളെയും പരിഗണിക്കുകയും അതിനെയെല്ലാം കൃത്യമായ കാഴ്ചപ്പാടോടുകൂടെ വേണ്ട രൂപത്തിൽ അതിലേക്കെല്ലാമുള്ള സൂചനകൾ നൽകുകയും ചെയ്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന വലിയ ഒരു പ്രത്യയ ശാസ്ത്രമാണ് വിശുദ്ധമായ ഇസ്ലാം എന്ന് പറയുന്നത്. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സട്ടാവിന്റെ സവിധത്തിൽ സ്വീകാര്യയോഗ്യമായ മതം അത് വിശുദ്ധ ഇസ്ലാം മാത്രമാണ്. ആരെങ്കിലും ഇസ്ലാമേതര വഴിയെ തെരഞ്ഞെടുത്താൽ ആ തെരഞ്ഞെടുത്ത വഴി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാകുന്നതല്ല. അപ്പോൾ വിശുദ്ധമായ ഇസ്ലാമിന്റെ വഴി മാത്രമേ തെരഞ്ഞെടുക്കാൻ നമുക്ക് നിവൃത്തിയുള്ളൂ. ഇസ്ലാമിന്റെ വഴിയെ തെരഞ്ഞെടുക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും പറയും, ഞങ്ങൾ ഇസ്ലാമിന്റെ ആളുകളാണ്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, ഞങ്ങൾ ഈ മതത്തിന്റെ പ്രചാരകരാണ് എന്ന് പറയുമ്പോൾ അത്തരം ആശയങ്ങൾ പറയുന്നവരുടെ മുന്നിലേക്ക് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്.
ആരാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ വക്താക്കൾ? ആരാണ് ഇസ്ലാമിന്റെ ആശയത്തെക്കുറിച്ച് ആധികാരികമായി പറയാൻ പറ്റുന്നവർ? ആര് ഖുർആൻ ഓതിയാലും, ആര് ഹദീസുകൾ പറഞ്ഞ് കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചാലും അതുകൊണ്ട് മാത്രം അവര് പറയുന്നത് ശരിയാകണം എന്നില്ല. അതിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം ഏത് എന്ന് ചോദിച്ചാൽ 5 നേരം നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നത്, ചൊവ്വായ വഴി. ആ വഴിയിലുള്ളവരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പാറ്റന്റ് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രതിനിധികളാകാനുള്ള അവസരവും അവകാശവുമുള്ളൂ. ആരാണ് മുസ്തഖീമായ വഴിയുണ്ട് അവകാശികൾ? സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഖുർആൻ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ടതില്ല, നമ്മൾ ആലോചിക്കേണ്ടതില്ല, നമ്മൾ പറയേണ്ടതില്ല. നേരായ വഴിയെക്കുറിച്ച് അള്ളാഹു തന്നെ ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു അനുഗ്രഹിച്ചതായ ആളുകൾ, ആ ആളുകളുടെ വഴിയാണ് യഥാർത്ഥത്തിൽ നേരായ വഴി. അപ്പോൾ പിന്നെയും ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ഈ അനുഗ്രഹീതരായ ആളുകൾ ആരാ? ഈ അനുഗ്രഹീതരായ ആളുകൾ ആരാ? ആ ചോദ്യത്തിന്റെ ഉത്തരവും എന്റെ ബുദ്ധി ഉപയോഗിച്ച് പറയണ്ട, നമ്മുടെ ആരുടെയും സ്വന്തം വകയായി പറയേണ്ട. പരിശുദ്ധ ഖുർആൻ തന്നെ അത് പഠിപ്പിച്ചു തരുന്നുണ്ട്, കൃത്യമായി വിവരിച്ചു തരുന്നുണ്ട്. വമൻ യുതിഅല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വമൻ യുതിഅല്ലാഹ വറസൂൽ, അല്ലാഹുവിനെ വിധേയപ്പെടുന്നവർ, അവരുടെ അല്ലാഹുവിന്റെ പ്രവാചകനോട് വിധേയത്വം കാണിക്കുന്നവർ, അങ്ങനെയുള്ള ആളുകൾ ആരാണ്? അത്തരം ആളുകൾ ആരുടെ കൂടെയാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു അനുഗ്രഹിച്ച ആളുകളുടെ കൂടെയാണ്. അനുഗ്രഹിച്ചവരുടെ വഴിയാണ് മുസ്തഖീമായ വഴി. ആ മുസ്തഖീമായ വഴിയിലേക്ക് അനുഗ്രഹീതരായ ആളുകൾ എന്ന ഐഡന്റിഫിക്കേഷൻ കൃത്യമായി സൃഷ്ടാവ് പറഞ്ഞു തരുമ്പോൾ അള്ളാഹുവിനെയും പ്രവാചകരെയും വിശ്വസിച്ച ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹീതരോടൊപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് വീണ്ടും അതിനുശേഷം വിശദീകരിക്കുന്നുണ്ട്. അനുഗ്രഹീതരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാലും അതിന്റെ ഒരു ക്ലാരിറ്റി, അതിന്റെ കൃത്യമായ ഒരു വിശദീകരണം അത് ആവശ്യമുണ്ട്. ആ വിശദീകരണമാണ് അള്ളാഹു തന്നെ അതിനുശേഷം പറയുന്നത്. ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സുദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ. ആരാണ് അനുഗ്രഹീതരായ ആളുകൾ? 4 വിഭാഗത്തെ അള്ളാഹു എണ്ണി പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം അത് അള്ളാഹുവിന്റെ പ്രവാചകന്മാരാണ്, മിനൻ നബിയ്യീൻ. രണ്ടാമത്തെ വിഭാഗം വസ്സുദ്ദീഖീൻ, അള്ളാഹുവിനോട് കൂടുതൽ അടുപ്പമുള്ള മഅൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ശ്രേഷ്ഠരായ വ്യക്തിത്വങ്ങൾ. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗമോ ശുഹദാക്കളാണ്, മഹാന്മാരായ അസ്ഹാബുൽ ബദരീൻ റളിയല്ലാഹു അൻഹും അടക്കമുള്ള ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച മഹാന്മാരായ ആളുകൾ. അവരാണ് അനുഗ്രഹീതരിൽ നാലാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം. നാലാമത്തെ വിഭാഗം ആരാണ്? വസ്വാലിഹീൻ, സച്ചരിതരായ ആളുകൾ. അള്ളാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് അവന്റെ വഴിയിലേക്ക് പൂർണ്ണമായി ചേർന്നു നിന്ന് ജീവിതം അതിനുവേണ്ടി വിനിയോഗിച്ച് മുന്നോട്ടു പോകുന്ന സച്ചരിതരായ ആളുകൾ. ഈ 4 വിഭാഗമാണ് അള്ളാഹു അനുഗ്രഹിച്ച വിഭാഗമെന്ന് വിശുദ്ധ ഖുർആനാ പറയുന്നത്. ഇനി നമ്മൾ ഒറ്റ കാര്യമേ ആലോചിക്കേണ്ടതുള്ളൂ. ആര് ഞങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞാലും, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണെന്ന് പറഞ്ഞാലും, ഞങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആളുകളാണെന്ന് പറഞ്ഞാലും അവിടെ ഒരൊറ്റ ആലോചനയെ വേണ്ടതുള്ളൂ. ഈ 4 വിഭാഗത്തിൽ ആ 4 വിഭാഗത്തിന്റെ പിന്തുണ ആർക്കാണോ ലഭിക്കുന്നത് അവർക്ക് മാത്രമേ
യഥാർത്ഥ ഇസ്ലാമിനെ കുറിച്ച് പറയാൻ അവകാശമുള്ളൂ. ഞാൻ പറയട്ടെ, ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഖുർആൻ വിശദീകരിച്ചു പറഞ്ഞു തന്ന വഴിയിലാണ് എന്ന ബോധ്യത്തിന് വേണ്ടിയാണ് ഈ മഹത്തായ പ്രസ്ഥാനം ചലിക്കുന്നത്, ഇതിന്റെ പ്രവർത്തന കാര്യങ്ങൾ രൂപപ്പെടുത്തുന്നത്, ഇതിനു വേണ്ടിയുള്ള പദ്ധതികൾ ആലോചിക്കുന്നത്, ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നത്. ഈ മുസ്തഖീമായ വഴിയിലേക്ക് ഉമ്മത്തിലെ ഓരോ മനുഷ്യരെയും കണ്ണി ചേർത്ത് നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ വിശുദ്ധമായ മതത്തിന്റെ സുന്ദരമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ്. ആ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനും അതിനെക്കുറിച്ച് പറയാനുമുള്ള അവകാശം നമുക്കല്ലാതെ മറ്റാർക്കുമില്ല എന്നുകൂടെ ബോധ്യപ്പെടുത്താനാണ്. ഇവിടെ വ്യത്യസ്ത ബിദ്അത്തിന്റെ കക്ഷികളുണ്ട്. ആ ബിദ്അത്തിന്റെ കക്ഷികൾ അവർ ഖുർആൻ ഓതി എന്ന് വരാം, ഹദീസ് എടുത്തു പറഞ്ഞു എന്ന് വരാം, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഇമാമിങ്ങളെ പേരും പറഞ്ഞു എന്ന് വരാം. അങ്ങനെയൊക്കെ പറഞ്ഞാലും അങ്ങനെയൊക്കെ അവർ ഖുർആൻ എടുത്തു പ്രയോഗിച്ചാലും അവരാരും യഥാർത്ഥത്തിൽ അനുഗ്രഹീതരായ ആളുകളോടൊപ്പം നിൽക്കാൻ പറ്റിയവരല്ല. അവർക്കൊന്നും അതിന് അവകാശമില്ല. ഇനി ഒന്നുകൂടെ പറയട്ടെ, ഈ ഉമ്മത്തിന്റെ മൊത്തം സുരക്ഷിതത്വവും അതിന്റെ ഒരു സംരക്ഷണവും ഏറ്റെടുത്ത ചില രാഷ്ട്രീയത്തോടുകൂടെ ചേർന്നു നിൽക്കുന്ന അതിവൈകാരികതയോടെ ഈ ഉമ്മത്തിലെ ചെറുപ്പക്കാരെ മുന്നോട്ട് നയിക്കുന്ന ചില സംഘങ്ങളുണ്ട്. ആ സംഘങ്ങൾക്കും ഈ അനുഗ്രഹീതരോടൊപ്പം നിൽക്കാനുള്ള വഴിയില്ല, അവകാശമില്ല. എന്തുകൊണ്ട്? ഈ അനുഗ്രഹീതരുടെ പിന്തുണ ഉണ്ടാകണമെങ്കിൽ വിശ്വാസം ക്ലിയർ ആകണം. ആ വിശ്വാസം ക്ലിയർ ആകാതെ ഒരാൾക്കും ഈ മഹാന്മാരുടെ ഇഷ്ടവും അംഗീകാരവും ലഭിക്കില്ല. ഞാൻ പറയട്ടെ, ഈ പറയപ്പെട്ട എല്ലാ കക്ഷികളും, ആ കക്ഷികൾക്ക് മുഴുവനും ഈമാനികമായ വിശ്വാസപരമായ പിഴവുണ്ട്. അള്ളാഹുള്ള വിശ്വാസത്തിന് പിഴവുണ്ട്. അവന് കയ്യും കാലും വെച്ചു കൊടുത്തവരാണ് വഹാബികൾ. അതേപോലെ തന്നെ റബ്ബിനെ ജഡവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണ് പുത്തൻവാദികളായ ബിദ്അത്തിന്റെ കക്ഷികൾ. എന്ന് മാത്രമല്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം മാത്രമല്ല പിഴച്ചത്, ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തിലും അവർക്ക് പിഴവുണ്ട്. അത് വഹാബികൾക്കുണ്ട്, സലഫികൾക്കുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ആ പ്രിയപ്പെട്ട പ്രവാചകനെ കുറിച്ച് സാധാരണ മനുഷ്യനാണെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനം, പ്രവാചകരുടെ ശരീരം ഈ ഭൗതികമായ ലോകത്ത് വെക്കാതെ മറമാടിയതിന്റെ കാരണം ആ ശരീരം ജീർണിച്ച് നശിച്ചു പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന്റെ ദുർഗന്ധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെന്ന് പച്ചമലയാളത്തിൽ എഴുതാൻ ദാഷ്ട്യം കാണിച്ച പ്രവാചകരോട് സ്നേഹമോ ആദരവോ വിശ്വാസമോ ഒരു ആഭിമുഖ്യമോ ഇല്ലാത്ത അവരും പ്രവാചകരെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവരാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവർ, പ്രവാചകരെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പിഴവ് സംഭവിച്ചവർ, അവർക്ക് അനുഗ്രഹീതരായ ആളുകളുടെ പിന്തുണയില്ല. തീർച്ചയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൂർണ്ണമായി അംഗീകരിക്കാത്ത ആളുകൾക്ക് എങ്ങനെയാണ് അമ്പിയാക്കളുടെ സപ്പോർട്ട് ഉണ്ടാവുക? ഒരിക്കലും ഉണ്ടാവില്ല. കാരണം സർവ്വ അമ്പിയാക്കളുടെയും നേതൃത്വമാണ് സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ കടന്നു വന്ന 1,00,000-ൽ പരം വരുന്ന പ്രവാചകന്മാരെ മുഴുവനും ആ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചവരാണ്, ആദരിച്ചവരാണ്, സ്നേഹിച്ചവരാണ്, അനുസരിച്ചവരാണ്, വിശ്വസിച്ചവരാണ്. അല്ലാഹു ഖുർആനിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു അതിലേക്ക് സൂചന നൽകിയതാണ്. തീർച്ചയായും അല്ലാഹു അമ്പിയാക്കളോട് കരാർ വാങ്ങിയ സന്ദർഭം, ആ കരാർ എന്തിനെ കുറിച്ചാണ് വാങ്ങിയത്? ആ സൂക്തത്തിന്റെ ബാക്കി ഭാഗത്ത് പറയുന്നുണ്ട്, ലതുഅ്മിനന്ന ബിഹി വലതൻസുറന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശ്വസിക്കുമെന്നും ആ പ്രവാചകരെ സഹായിക്കുമെന്നും കരാർ ചെയ്തുകൊണ്ടല്ലാതെ ഒരാൾക്കും പ്രവാചകത്വം ലഭിച്ചിട്ടില്ല, ഒരാളും പ്രവാചകനുമായിട്ടില്ല. ലോകത്തിന്റെ തുടക്കം മുതൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്ന ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ആ ലോകത്തിന്റെ നേതാവിനെ കുറിച്ച് കൃത്യമായി പരിചയപ്പെടുത്തിയിട്ടും പ്രചരിപ്പിച്ചിട്ടും അവിടുത്തെ പ്രകീർത്തനങ്ങൾ പറഞ്ഞിട്ടും പുകഴ്ത്തലിന്റെ വിശാലമായ വാക്യങ്ങൾ ഉരുവിട്ടിട്ടുമല്ലാതെ ലക്ഷക്കണക്കിന് പ്രവാചകന്മാര് ജീവിച്ചു കഴിഞ്ഞു പോയിട്ടില്ല. ആ നിലക്ക് പ്രവാചകന്മാരെ മുഴുവനും മനസ്സുകൊണ്ട് സ്നേഹിക്കുകയും ആദരിക്കുകയും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളുടെ അംഗീകാരമില്ലാതെ ഒരു പ്രവാചകന്റെയും അംഗീകാരത്തിന് വകുപ്പില്ല.
വകുപ്പില്ല. ഞാൻ പറയട്ടെ, ആരെങ്കിലും ഖുർആൻ ഓതുമ്പോഴേക്ക് ചില ഹദീസിന്റെ വാക്യങ്ങൾ പറയുമ്പോഴേക്ക് നമ്മൾ ആരും തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. അത്തരക്കാരുടെ ആശയങ്ങളിൽ ചെന്ന് കുടുങ്ങരുത് എന്ന് വിനയത്തോടെ ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ബിദ്അത്തുകാരോട് നമുക്കുള്ള ഈർഷ്യത എന്ന് പറയുന്നത്, വിരോധം എന്ന് പറയുന്നത്? അത്തരം ആളുകളോട് അകലം പാലിച്ചു നിൽക്കണമെന്നൊരു നിലപാട് അഹ്ലുസുന്നയുടെ അജയ്യരായ പണ്ഡിത നേതൃത്വവും മഹാന്മാരാകുന്ന ഇമാമിങ്ങളും പഠിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് വിശ്വാസമാണ്, ഈമാൻ. ആ ഈമാനിന് കളങ്കം പറ്റുന്ന ഒരു വടിയോടും ചേർന്ന് പോകാൻ പാടില്ല. ആ ഈമാനിന് ദുർബലത സംഭവിക്കുന്ന ഒരു നിമിഷങ്ങളോടും ചേർന്നു നിൽക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇവിടെ ജീവിക്കുന്നത് സൃഷ്ടാവിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. എന്റെ ആയുസ് ചിലവഴിക്കുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംതൃപ്തിക്ക് വേണ്ടിയാണ്. എന്റെ ആരോഗ്യം വിനിയോഗിക്കേണ്ടത് മഹത്തുക്കളായ ശ്രേഷ്ഠരായ സ്വഹാബി വര്യന്മാർ കാണിച്ചു തന്ന വഴിയെ പിടിച്ചു നിർത്താൻ വേണ്ടിയാണ്. ഈ 3 ലക്ഷ്യസാക്ഷാത്കാരത്തിന് അനുകൂലമല്ലാത്ത ഒരു വഴിയോടും അത്തരം ഒരാശയത്തിന്റെ വക്താവിനോടും മനസ്സാന്തരങ്ങളിൽ മഹബത്ത് കൊണ്ട് നടക്കാൻ നമുക്ക് നിവൃത്തിയില്ല. എന്തുകൊണ്ട്? സ്നേഹത്തിന്റെ മാനദണ്ഡം അള്ളാഹുവിന്റെ മാർഗത്തിലാണോ സ്നേഹം? റബ്ബിന് വേണ്ടിയാണോ സ്നേഹം? റബ്ബിന് വേണ്ടിയാണോ സ്നേഹമെങ്കിൽ റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരാളെയും ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല. അള്ളാഹു ഇഷ്ടപ്പെടാത്ത ഒരാളെയും എനിക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിന് എങ്ങനെയാണ് ഈ കക്ഷികളോട് ഇഷ്ടമുണ്ടാകുക? അള്ളാഹുവിന് കൈയുണ്ട്, കാലുണ്ട്, ഇറങ്ങും കയറും എന്ന് പച്ചമലയാളത്തിൽ എഴുതിയ പ്രസംഗിച്ച ആളുകളെ എങ്ങനെയാണ് റബ്ബ് തആല ഇഷ്ടപ്പെടുക? ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറയുന്ന കക്ഷികളോട് എങ്ങനെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമുണ്ടാകുക? അലം നശ്റഹ് ലക സദറക വവളഅന അൻക ബിസ്റക അല്ലദീ യൻഖല ലഹ്റക. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. പാപത്തിന്റെ ലാഞ്ചന പോലും ഇല്ലാതെ സുരക്ഷിതത്വത്തിന്റെ വഴിയിലൂടെ കാരുണ്യവാനായ പ്രവാചകനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ സംരക്ഷണത്തിന് വിരുദ്ധമായ ഒരു ആശയത്തെ ഇവിടെ ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. നമുക്കതിനോട് ചേർന്നു നിൽക്കാൻ കഴിയില്ല. ആ പ്രവാചകർ എല്ലാ ദിവസവും ഇസ്തിഗ്ഫാർ ചെയ്യുന്നു എന്ന ഹദീസ് കണ്ടിട്ട് അതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ച ആളുകൾ, അപ്പോഴാണ് അവർക്ക് പിഴവ് പറ്റിയത്. പ്രവാചകരെ തെറ്റു ചെയ്തു പോകുന്നുണ്ട് എന്നൊരാശയത്തെ പറയാൻ ശ്രമിച്ചവർ. പ്രവാചകരുടെ ജീവിതത്തോടെ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ അങ്ങനെയല്ല, എല്ലാം അവസാനിക്കുന്നില്ല. ജീവിതകാലത്തും ജീവിതത്തിനു ശേഷവും ലോകത്തും ഖബർ ശരീഫിൽ കിടക്കുമ്പോഴും നിങ്ങളെ പ്രവർത്തനങ്ങളെ കാണാനും അറിയാനും അനുഭവിക്കാനുമുള്ള വലിയ കഴിവ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയതുകൊണ്ട് അങ്ങനെയാണ് എന്റെ അവസ്ഥയെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ അങ്ങനെയൊന്നും അല്ല. എല്ലാം കഴിഞ്ഞു, എല്ലാം അസ്തമിച്ചു, ഒന്നുമില്ല. എല്ലാ അർത്ഥത്തിലും ആ അർത്ഥത്തിൽ ഇകഴ്ത്തിക്കൊണ്ട് ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശനത്തോടെ കാണുന്ന ആളുകൾ, ആ ആളുകളോട് ഖൽബിൽ ഇഷ്ടം വെക്കാൻ ഈമാനുള്ളവർക്ക് കഴിയില്ല. ഹിദായത്തിന്റെ വഴിയിലുള്ളവർക്ക് അത് അതേ ഇഷ്ടപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബിദ്അത്തിന്റെ സർവകക്ഷികളോട് നമ്മൾ അകലം പാലിക്കുന്നത്. എന്റെ ഈമാനിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്, എന്റെ ഹബീബിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇഷ്ടമില്ലാതെ പ്രവാചകന്മാരുടെ ഇഷ്ടം ലഭിക്കില്ല. ഇനിയോ ആ മുത്തുനബിയെ അനുധാവനം ചെയ്ത ശ്രേഷ്ഠരായ സ്വഹാബാക്കളില്ലേ, സിദ്ദീഖീങ്ങളില്ലേ, ശുഹദാക്കളില്ലേ, അവരുടെ പൊരുത്തമോ അവരുടെ അംഗീകാരമോ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് ലഭിക്കുമോ? ഇല്ല. എന്തുകൊണ്ട് അതേ സ്വഹാബാക്കളെ കുറിച്ച് കെ എം മൗലവി എഴുതി വെച്ചത് കേരളത്തിലെ മുസ്ലിയാക്കൾ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബാക്കളും ദീനിൽ തെളിവല്ലാന്ന് പച്ച മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവരുടെ മുഖപത്രത്തില്. എന്റെ വകയിലുള്ളതല്ല. അപ്പോൾ സ്വഹാബാക്കളാണ് ഖുർആൻ നമുക്ക് പകർന്നു തന്നത്. സ്വഹാബാക്കളിലൂടെയാണ് താബിഈങ്ങൾ അത് പഠിച്ചെടുത്തത്. അവരിൽ നിന്നാണ് താബിയുകൾ
അറിഞ്ഞത്. ഇസ്ലാമിന്റെ ബാലപാഠം അവരുടെ ജീവിതത്തിലൂടെ മാത്രമേ ലോകത്തിന് അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൂ. അവരിലേക്കാണ് മുത്തുനബി മതത്തെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചു കൊടുത്ത സ്വഹാബാക്കളാണ് ലോകമാസകലം വിശുദ്ധമായ മതത്തെ അറിയിച്ചത്, പഠിപ്പിച്ചത്. ആ സ്വഹാബാക്കള് ദീനിൽ തെളിവല്ല എന്ന് പറഞ്ഞാൽ രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്രായേലി കെട്ടുകഥകള് ഇസ്ലാമിൽ കടത്തിക്കൂട്ടാൻ വേണ്ടി മദീനത്തെ മിമ്പർ മാറ്റി വെച്ചുകൊടുത്തയാളാണെന്ന് എഴുതി വെച്ചാൽ ഹദീസിന്റെ റാവിമാരിൽ മുത്തുനബിയുടെ വാക്കുകളെ സ്നേഹത്തിന്റെ മനസ്സോടെ മനസാന്തരത്തിലേക്ക് ആവാഹിച്ചത് ആരാണ് ഏറ്റവും കൂടുതൽ എന്നറിയുമോ? അത് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. എത്ര ത്യാഗം സഹിച്ചിട്ടാണ് അത് ചെയ്തത്. ഹബീബിനോടുള്ള ഇഷ്ടമാണ്, മുത്തുനബിയുടെ വചനങ്ങളോടുള്ള വല്ലാത്ത മഹബത്താണ്. കണ്ടില്ലയോ? അതിന്റെ ത്യാഗത്തിന്റെ ഒരു ഉദാഹരണം പറയാം. മസ്ജിദുൻ നബവിയുടെ മരുപ്പറമ്പിൽ അതെ അവിടെയുള്ള മണൽത്തരിയിൽ കിടന്നുരുളുന്ന ഒരാൾ. ആരാണ് അയാളൊന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അത് അബൂ ഹുറൈറയാണ്. പരിസരത്തുകൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലായി അബൂ ഹുറൈറക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെയാണ് ഈ കിടന്നുരുളലെന്ന്. എന്തുകൊണ്ട് ഇങ്ങനെ കിടന്നുരുളുന്നു എന്ന് അന്വേഷിക്കുമ്പോ വിശന്നിട്ടാണ് എന്ന് മനസ്സിലായി. അപ്പോഴാണ് കൂടെയുള്ള ആളുകൾ, കൂട്ടുകാര് ചോദിച്ചത്, നിങ്ങൾക്ക് നമ്മളെ കൂടെ വന്നൂടെ, എന്തെങ്കിലും കുറച്ച് ജോലി എടുത്തിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വന്നൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് അബൂ ഹുറൈറ തങ്ങളുടെ മറുപടി, ലാ, ഞാൻ വരുന്നില്ല, എന്റെ വിശപ്പ് നിങ്ങൾ പരിഗണിക്കേണ്ട, ആ വിശപ്പിനെ ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് സഹിച്ചോളാ. എന്തിനാ സഹിക്കുന്നതെന്നറിയുമോ? ലോകാനുഗ്രഹിയായ മുത്തുനബിയുടെ ശ്രേഷ്ഠമായ വചനങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പോയാൽ എനിക്ക് കേൾക്കാൻ പറ്റാതെ പോകുമല്ലോ, എനിക്കത് നഷ്ടപ്പെടുമല്ലോ. എന്റെ അഭാവത്തിൽ പറയുന്ന സുന്ദരമായ വചനങ്ങളെ എനിക്ക് നഷ്ടപ്പെടുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ പട്ടിണിയേക്കാൾ എനിക്ക് പ്രധാനം എന്താണ്? എന്റെ ക്ഷീണത്തെക്കാൾ എനിക്ക് പ്രധാനം എന്താണ്? എന്റെ പ്രിയപ്പെട്ട പ്രവാചകരുടെ വചനങ്ങളെ കേൾക്കലാണ്, പഠിക്കലാണ്, അറിയലാണ്. അതുകൊണ്ട് എന്റെ പട്ടിണിയെ കുറിച്ച്, എന്റെ വിശപ്പിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, പൊയ്ക്കോളൂ, ഞാൻ സഹിച്ചോളാ. പട്ടിണി കിടന്ന് പ്രവാചകരുടെ വചനങ്ങളെ പഠിച്ചെടുക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് റിവായത്ത് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് മഹാനവറുകളാണ്. ആ മഹാനുഭാവനെ കുറിച്ച് ബിദ്അത്തിന്റെ കക്ഷികൾ എന്താ പറയുന്നത്? കള്ള ഹദീസുകളെ പ്രചരിപ്പിച്ചയാളാണ് പോൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്കണം, ദീനിന്റെ അടിസ്ഥാനം പൊളിയുന്ന കാര്യങ്ങളാണത്, ദീനിന്റെ അടിസ്ഥാനം പൊളിയുന്ന വാചകങ്ങളാണത്. സ്വഹാബാക്കളെ തള്ളിയാൽ മാത്രമേ പുതിയ വാദങ്ങളെ ഉന്നയിക്കാൻ കഴിയൂ. ഖുതുബ പരിഭാഷപ്പെടുത്തണമെങ്കിൽ സ്വഹാബാക്കളെ തള്ളണം. തറാവീഹ് 8 റക്അത്താക്കി മാറ്റണമെങ്കിൽ സ്വഹാബാക്കളെ തള്ളണം. ജുമഅയുടെ ബാങ്ക് ചുരുക്കണമെങ്കിൽ സ്വഹാബാക്കളെ തള്ളണം. 4 ഖലീഫമാരെ തള്ളാതെ ഇവർക്കൊരു വാദം ഉന്നയിക്കാൻ കഴിയൂല. മുസ്ലിം ഉമ്മത്തിന്റെ ഏകീകരിക്കപ്പെട്ട ഐക്യത്തോടെയുള്ള ഇസ്സത്തോടെയുള്ള മുന്നേറ്റത്തിൽ കണ്ണുകടിയുള്ള ഓറിയന്റലിസ്റ്റുകളുടെ ബൈ പ്രൊഡക്റ്റായി സൃഷ്ടിക്കപ്പെട്ട ബിദ്അത്തിന്റെ കക്ഷികൾക്ക് ഈ ഉമ്മത്തിന്റെ ഐക്യം ഇഷ്ടമില്ല, ഈ ഉമ്മത്തിന്റെ വളർച്ച ഇഷ്ടമില്ല, ഈ സമുദായത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള മുന്നേറ്റം അവർക്ക് വിരോധമാണ്.
വിരോധമാണ്. കാരണം അവര് പണിയെടുക്കുന്നത് ഈ മതത്തിന് വേണ്ടിയല്ല, അവര് പണിയെടുക്കുന്നത് അതേ ഇസ്ലാമിന്റെ വിരോധം എല്ലാ കാലത്തും കൊണ്ട് നടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാലത്തും ഖുലഫാഉർ റാഷിദുകളെ കാലത്തും ഇമാമീങ്ങളെ കാലത്തും ലോകത്തിന്നേ വരെ ഗസ്സയുടെ ആ ഭൂമിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ കാഴ്ചയില്ലയോ? ആ കാഴ്ചയുടെ ഉത്തരവാദികളുടെ മനസ്സെന്താണ്? ആ മനസ്സിന്ന് തുടങ്ങിയതല്ല ക്രൂരതയുടെ ആ വിനോദം, അതവർക്ക് വിനോദമാണ്. ഈ ഉമ്മത്തിലെ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുമ്പോ അവർ ആർമാദിക്കുകയാണ്, അവർ ആസ്വദിക്കുകയാണ്. അതെ, ഈ ഉമ്മത്തിലെ പാവപ്പെട്ട മനുഷ്യരെ കൊന്നെടുക്കപ്പെടുമ്പോ അതിലാഹ്ലാദമാണ്, ആഘോഷമാണ്. അതേ, ഇന്നോളമായി ഈ മതത്തോടും ഈ മതത്തിന്റെ ആശയങ്ങളോടും മതത്തിന്റെ അനുയായികളോടും ശത്രുത വെച്ച് പുലർത്തിയവരാണ് ഗസ്സയിൽ ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട മക്കളെ കൊല്ലുന്നത്. ആ മക്കളെ കൊല്ലുന്നവർക്ക് പാഠമായി പടച്ച റബ്ബ് ചെറിയൊരു സൂചന നൽകിയിട്ടുണ്ട്. കാലിഫോർണിയയിൽ കത്തിയമരുന്ന 35,000 ഹെക്ടർ സ്ഥലങ്ങളിലെ ദാരുണമായ കാഴ്ചയുണ്ട്. അതേ, ഗസ്സയെ ചുട്ടരിച്ചു നരകമാക്കുമെന്ന് പറഞ്ഞവർക്കുള്ള ചെറിയൊരു പാഠമാണ്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഈ ശത്രുതയുടെ മനസ്സ് വയ്ക്കുന്ന ആളുകളിൽ നിന്ന് ആചാരം പറ്റിയിട്ടാണ് ഈ ത്തിന്റെ ഇടയിൽ ഭിന്നതയുണ്ടാക്കിയത്, വിഭാഗീയതയുണ്ടാക്കിയത്. വിശുദ്ധ റമളാനല്ലേ വരുന്നത്. എല്ലാവരും നൂറ്റാണ്ടുകളോളം ഒരേ പള്ളിയിൽ ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് നിസ്കരിച്ചു. ക്ഷീണമുള്ളവർ ഒരു പക്ഷേ 4 റക്അത്ത് നിസ്കരിച്ചു പോയവരുണ്ടാകാം. അതേ, 10 റക്അത്ത് നിസ്കരിച്ചു പോയവരുണ്ടാകാം. 14ഉം 16ഉം ആകാം, പൂർണ്ണമായുമാകാം. അത് ഓരോരുത്തരുടെയും സാഹചര്യം പോലെയാണ്. അതേസമയം ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് നിസ്കരിച്ച് സന്തോഷത്തോടെ ശ്രദ്ധാവിലേക്ക് മനസ്സുതിരിച്ച് പ്രാർത്ഥനാ വചനങ്ങൾ ഉരുവിട്ടിട്ട് അല്ലാഹുവിലേക്ക് മനസ്സുതിരിച്ചിട്ട് കഴിഞ്ഞ കാലമുണ്ടായിരുന്നല്ലോ. അതത്ര സന്തോഷത്തിന്റെ കാലമാണ്, എത്ര വലിയ പ്രൗഢിയുടെ കാലമാണ്, അത് വല്ലാത്ത അഭിമാനത്തിന്റെ കാലമാണ്. അതേ, നിങ്ങൾ നോക്കൂ, വെള്ളിയാഴ്ച ദിവസം, ആ വെള്ളിയാഴ്ച ദിവസം ഈദുൽ ഫുഖറാഇ വൽ മസാകീൻ, പാവപ്പെട്ടവരുടെ പെരുന്നാളാണ്. അതേ, മുഅ്മിനീങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസമാണ്, ശ്രേഷ്ഠമായൊരു ദിവസമാണ്, സയ്യിദുൽ അയ്യാമാണ്, ദിവസങ്ങളുടെ നേതാവാണ്. ആ നേതാവായ വെള്ളിയാഴ്ച ദിവസം ഒരു ഇമാമിന് കീഴിൽ അറബിയിൽ ഖുതുബ ഓതി അത് കേട്ട് ജുമാ നിസ്കരിച്ച് പിരിയുന്ന കാലമായിരുന്നില്ലേ 920 വരെ ഉണ്ടായിരുന്നത്. ആ കാലം മാറിയത് 920 ശേഷമാണ്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് വിശുദ്ധരായ സ്വഹാബാക്കള് ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിച്ചിട്ടുണ്ട്. അവിടങ്ങളിൽ ഖുതുബ നിർവഹിച്ചിട്ടുണ്ട്. അറബിയിൽ ഖുതുബ ഓതിയിട്ട് അറബിയിൽ നിസ്കാരം നിർവഹിച്ചിട്ട് കൂട്ടുപ്രാർത്ഥനയും നടത്തിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം സന്തോഷത്തോടെ ഒരുമിച്ച് കൂടിയിട്ട് പിരിയുന്ന കാഴ്ചയുണ്ടായിരുന്നില്ലേ? അത് ഈ ഉമ്മത്തിന്റെ ഇസ്സത്തിന്റെ കാഴ്ചയായിരുന്നില്ലേ? ഐക്യത്തിന്റെ കാഴ്ചയായിരുന്നില്ലേ? സൗഹൃദത്തിന്റെ കാഴ്ചയായിരുന്നില്ലേ? സ്നേഹത്തിന്റെ കാഴ്ചയായിരുന്നില്ലേ? ഈ കാഴ്ചകൾക്ക് ആരാണ്
അസ്വസ്ഥതയുണ്ടാക്കിയത്? ആരാണ് ഇതിന് തടസ്സമുണ്ടാക്കിയത്? ബിദ്അത്തിന്റെ കക്ഷികളാണ് തടസ്സമുണ്ടാക്കിയത്. അവരാണ് വിഭാഗീയതയുണ്ടാക്കിയത്. അവരാണ് മരിച്ച വീട്ടിൽ കുഴപ്പമുണ്ടാക്കിയത്. അവരാണ് വെള്ളിയാഴ്ച പ്രശ്നമുണ്ടാക്കിയത്. അവരാണ് റമളാനിലും കുഴപ്പമുണ്ടാക്കിയത്. ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ഈ മതത്തെ ഇല്ലായ്മ ചെയ്യാനാണ്. അഹ്ലുസുന്നയുടെ ശ്രേഷ്ഠമായ വഴികളിൽ നിന്ന് ഈ ഉമ്മത്തിനെ മാറ്റി നിർത്തിയിട്ട് അതേ ഛിദ്രമായ ഒരു സമുദായമായി, പല ജാതങ്ങളായി, പല വിഭാഗങ്ങളായി വെട്ടിമുറിക്കപ്പെട്ട ഒരു ഉമ്മത്തായി ഈ ഉമ്മത്തിനെ മാറ്റണം. എന്തിനാണ്? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് മുസ്ലിമീങ്ങളായി അതിജയിക്കണമെങ്കിൽ, അവർക്ക് വളരണമെങ്കിൽ, അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഈ ഉമ്മത്ത് ചിന്നിച്ചിതറിയേ പറ്റൂ. അങ്ങനെ ഭിന്നിപ്പുണ്ടാക്കാനാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയും അതേ മുഹമ്മദ് അബ്ദുഹും റഷീദുർ റിളയും ഫ്രാൻസിനോട് ബന്ധം സ്ഥാപിച്ചത്. ലണ്ടനോട് വലിയ താല്പര്യമുണ്ടായത്. അവർക്ക് മക്കത്തും മദീനത്തും പോകാൻ തോന്നിയിട്ടില്ല. യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്, അവർക്ക് മക്കത്തും മദീനത്തും പോകാൻ തോന്നിയിട്ടില്ല. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പതാക വാഹകർ എന്ന അർത്ഥത്തിൽ പരിചയപ്പെടുത്തിയ 3 പ്രധാനപ്പെട്ട ആചാര്യരാണത്. ഞാൻ പറഞ്ഞ 3 പേരുകളും ആ പേരുകൾക്ക്, ആ വ്യക്തികൾക്ക് ബന്ധം ഫ്രാൻസിനോടായിരുന്നു, ബന്ധം ലണ്ടനോടായിരുന്നു, ആ പാശ്ചാത്യ രാജ്യങ്ങളോടായിരുന്നു. അവിടേക്കാണ് അവർ പലപ്പോഴായി സഞ്ചരിച്ചത്. ജൂത ക്രിസ്ത്യാനികളോടൊപ്പം ജീവിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. ജൂതരായ സ്ത്രീകളെ കൂടെ നിർത്താൻ അവർക്ക് മനസ്സുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് വായിക്കുമ്പോ, അത് കൃത്യമായി മഹാന്മാര് രേഖപ്പെടുത്തുമ്പോ, ഓ എന്റെ വിശ്വാസികളെ, മുസ്ലിം ഉമ്മത്തിലെ വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന് വിചാരിക്കുന്ന സഹോദരങ്ങളെ, ഈ വിഭാഗത്തിന്റെ താല്പര്യം ഈ ഉമ്മത്തിനെ ഛിന്ന ഭിന്നമാക്കലാണ്, നശിപ്പിക്കലാണ്. ആ നശിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ നാട്ടിൽ ആരംഭിച്ചു 920 ശേഷം. ഐക്യത്തോടെ പോകുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ ഐക്യസംഘം എന്ന് പറഞ്ഞുകൊണ്ട് അവര് 921 കടന്നു വന്നു. ഐക്യത്തോടെ പോകുന്ന ഒരു സമൂഹത്തിൽ പിന്നെ എന്തിനാണ് ഒരു ഐക്യസംഖ്യം എന്നത് ആലോചിക്കേണ്ടതാണ്. വിള്ളലുണ്ടാക്കാനാണ് അന്ന് മുതൽ തുടങ്ങിയ അനൈക്യത്തിന്റെ പരിപാടി. സുബ്ഹാനല്ലാഹ്, മുസ്ലിം ഉമ്മത്തിനെ കടന്നു പിടിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭയുണ്ടാകുന്നത്. അതെന്തിനാണ്? ഈ ഉമ്മത്തിനെ ഒരേ വഴിയിൽ പിടിച്ചു നിർത്താനാണ്. മഹാന്മാരുടെ പിന്തുണയുള്ള ഒരാശയത്തിൽ, മഹാന്മാരെ അംഗീകരിക്കുന്ന വഴിയിൽ നിലനിൽക്കുന്ന ഒരാശയത്തിൽ ഈ ഉമ്മത്തിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള കഠിനമായ ശ്രമമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ നിർവഹിച്ചത്. ആ പണ്ഡിത സഭയുടെ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് യുവജനങ്ങളെയും ബഹുജനങ്ങളെയും ഈ മഹത്തായ ആശയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സുന്നി യുവജന സംഘം എന്ന പ്രസ്ഥാനം രൂപപ്പെട്ടത്. വിദ്യാർത്ഥി സമൂഹത്തിന്റെ ഇടയിലേക്ക് ബിദ്അത്തിന്റെ ആശയങ്ങൾ അറിയാതെ കടന്നു വരുന്നു കലാലയങ്ങളിലൂടെ എന്ന് തിരിച്ചറിവുണ്ടായപ്പോഴാണ് മറ്റൊരു ഭാഗത്ത് നവലിബറൽ ചിന്തയുടെ ആശയങ്ങൾ പേറിയിട്ട് നടക്കുന്ന ഇസ്ലാമേതര സമൂഹത്തിന്റെ കണ്ണിയിലേക്ക് അറിയാതെ ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട മക്കൾ ചേർന്നു പോകുന്നു എന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ 973 രൂപപ്പെടുന്നത്. ഈ സംഘടനകളെല്ലാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയും ഈ ഉമ്മത്തിന്റെ ഐക്യത്തിന് വേണ്ടിയും ഭദ്രതയ്ക്ക് വേണ്ടിയും ഈ ആദർശത്തിന്റെ മുന്നേറ്റത്തിന് വേണ്ടിയുമാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായത്. അതല്ലാതെ ഭൗതിക താല്പര്യങ്ങളല്ല, അധികാര ലക്ഷ്യങ്ങളല്ല, ദുനിയാവിന്റെ മോഹങ്ങളല്ല.
ഇങ്ങനെ ഒരു താല്പര്യം നമ്മുടെ പണ്ഡിതന്മാർക്ക് ഉണ്ടായിട്ടില്ല. ഈ കാലം അത്രയും പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഈ പ്രസ്ഥാനത്തിന് സമസ്തയുടെ 100ാം വാർഷികത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനിരിക്കുകയാണ്. അതിന്റെ ആഘോഷങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നൂറ്റാണ്ട് തികയുമ്പോ ആ നൂറ്റാണ്ടിന്റെ ഇടയിൽ സാത്വികരായ പണ്ഡിത ശ്രേഷ്ഠരുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ഈ മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള കഠിനാധ്വാനത്തിന്റെ കഥകളല്ലാതെ, സന്തോഷത്തിന്റെ വർത്തമാനങ്ങളല്ലാതെ, ഭൗതികതയുടെ ഈ ദുനിയാവിന്റെ ഇവിടെയുള്ള സ്ഥാനമാനങ്ങളുടെ ഒരു കാഴ്ചയല്ല ഈ മഹത്തായ പ്രസ്ഥാനത്തിന് പറയാനുള്ളത്, അയവിറക്കാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ, നമ്മൾ SYS-കാരാകുന്നത്, നമ്മൾ SSF-കാരാകുന്നത് നമ്മുടെ ആഖിറം രക്ഷപ്പെടാനാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിക്കാനാണ്. നമ്മുടെ ഈമാനിന്റെ സലാമത്തിന് വേണ്ടിയാണ്. ആ ഈമാനിന്റെ സലാമത്ത് ഈ വഴിയിലൂടെ മാത്രമേ നമുക്ക് ലഭിക്കൂ, അല്ലാത്ത വഴികളിൽ നിന്ന് നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, മഹാന്മാരായ സ്വഹാബാക്കൾ, ആ സ്വഹാബാക്കളെ തള്ളിയവർക്ക് പിന്നെ എങ്ങനെയാണ് സ്വഹാബാക്കളെ പിന്തുണയുണ്ടാവുക? അത് ലഭിക്കൂല. ശുഹദാക്കളെ അനാദരിച്ച് സംസാരിക്കുന്നവര്, ബദർ ശുഹദാക്കളെ മഹത്വം പറഞ്ഞാൽ, അതിനു വേണ്ടി വേദി സംഘടിപ്പിച്ചാൽ അത് ഖുറാഫാത്തായി പ്രചരിപ്പിക്കുന്നവര്, അത് ശിർക്കിന്റെ ഏർപ്പാടായി പ്രചരിപ്പിക്കുന്നവര്, അത്തരക്കാർക്ക് എങ്ങനെയാണ് രക്തസാക്ഷികളെ പിന്തുണയുണ്ടാകുക? അതേ അയിമ്മത്തുകളെ മുഴുവനും തള്ളുന്ന ബിദ്അത്തിന്റെ കക്ഷികൾക്ക് എങ്ങനെയാണ് സ്വാലിഹീങ്ങളെ പിന്തുണയുണ്ടാവുക? ഇല്ല, ഇല്ല. ഈ 4 വിഭാഗങ്ങളുടെ പിന്തുണയില്ലാത്തവർക്ക് മതത്തെക്കുറിച്ച് പറയാൻ അവകാശമില്ല. ഖുർആനിന്റെ ആളുകളാണെന്ന് പറയാൻ അവകാശമില്ല. തിരുനബിയുടെ ഹദീസിന്റെ വക്താക്കളാണെന്ന് പറയാനുള്ള ആധികാരികതയില്ല. അതേസമയം നമ്മളോ അൽഹംദുലില്ലാഹ് എത്ര സൗഭാഗ്യവാന്മാരാണ്. എനിക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതാൻ പഠിപ്പിച്ചതാരാണ്? എന്റെ മദ്രസയിലെ ഗുരുവര്യരാണ്. ആ ഗുരുവര്യർക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പഠിപ്പിച്ചു കൊടുത്തതാരാണ്? അവരുടെ ഗുരുനാഥനാണ്. ഞാനതാ ഖുർആനിന്റെ ഒരു ഭാഗത്ത് അലിഫ് ലാം മീം എന്ന് കാണുന്നു. അതേ ഒരു സ്ഥലത്ത് ഞാൻ വായിക്കുന്നു അലിഫ് ലാം മീം റാ. അങ്ങനെയാണ് ഈ 3 അക്ഷരത്തെ കണ്ടപ്പോൾ ഞാൻ വായിച്ചത്. അതേ ഖുർആനിൽ തന്നെ മറ്റൊരു അധ്യായത്തിന്റെ തുടക്കത്തിൽ ഞാൻ കാണുന്നു അലിഫ് ലാം മീം എന്നാണ് കാണുന്നത്. ഈ 3 അക്ഷരങ്ങളാണ്. അവിടെ ഞാൻ വായിക്കുന്നതോ അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. അലിഫും ലാമും മീമും കണ്ടപ്പോൾ ഒരു സ്ഥലത്ത് അലിഫ് ലാം മീം എന്ന് പറയാൻ എന്നെ പഠിപ്പിച്ചത്. അതേ അക്ഷരം കണ്ടപ്പോൾ മറ്റൊരിടത്ത് അലം തറ എന്ന് വായിക്കാൻ പഠിപ്പിച്ചതാരാണ്? എന്റെ മദ്രസയിൽ എന്നെ ഖുർആൻ പഠിപ്പിച്ച ഗുരുവര്യരാണ്. അവർക്കത് പഠിപ്പിച്ചതോ അവരുടെ ഗുരുവര്യരാണ്. ഇങ്ങനെ പോയാൽ അതേ ഇന്ന് വിശുദ്ധമായ ദീനിന്റെ ബാലപാഠം പഠിപ്പിക്കുന്നവര് എത്ര വലിയ പണ്ഡിതന്മാർ, എത്ര ആയിരം പണ്ഡിതന്മാരെയാണ് ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തത്. കാലത്തിന്റെ ഇതിഹാസമായി മാറിയ ഈ ഉമ്മത്തിന്റെ അജയ്യമായ നേതൃത്വമായ ഈ ഉമ്മത്തിന്റെ വളർച്ച മാത്രം കൊതിച്ചിട്ട് പരിക്ഷീണിതനായി നിൽക്കുമ്പോഴും ഓടി നടക്കുന്ന രോഗശയ്യയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് ക്ഷീണം മാറ്റി സ്വസ്ഥമായി ജീവിക്കുന്നതിന് പകരം ഇപ്പോഴും അങ്ങോളം ഇങ്ങോളം ഓടി നടക്കുന്ന ഒരു മഹാമനീഷിയില്ലയോ? അതേ അബുൽ ഐതാം, ആയിരക്കണക്കിന് യതീമുകളുടെ പിതാവാണെന്ന ശ്രേഷ്ഠനാമമുള്ള അറബ് സഹോദരങ്ങൾ പോലും അങ്ങനെ പരിചയപ്പെടുത്തിയ ഒരു ശ്രേഷ്ഠമായ നേതൃത്വമില്ലയോ? അതേ പ്രായാധിക്യത്തെ മാറ്റി
മാറ്റിവെച്ചിട്ട്, ശരീരത്തിന്റെ ക്ഷീണത്തെ മാറ്റിവെച്ചിട്ട്, ഒരു പരസഹായമില്ലാതെ നടക്കാൻ കഴിയാത്ത പശ്ചാത്തലത്തിലും കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമല്ല, കർണാടകയുടെ മണ്ണിലേക്ക് മാത്രമല്ല, അങ്ങ് മലേഷ്യയിലേക്കും അതേ ഉസ്ബെക്കിസ്ഥാനിലേക്കും അതേ ഈജിപ്തിലേക്കും അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്ത രാഷ്ട്രങ്ങളിലേക്ക് കേരളത്തിന്റെ ആദർശ വഴികളെ കൃത്യമായി അടയാളപ്പെടുത്താനും ഈ ഉമ്മത്തിന്റെ വളർച്ചയ്ക്കും വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതാവില്ലയോ, ആ നേതാവിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണ്? അതെ, അവിടുത്തെ ആ ഗുരുമുഖത്തു നിന്നുകൊണ്ട് 6000-ലധികം പണ്ഡിതന്മാർ വിശുദ്ധ ഇസ്ലാമിന്റെ ബാലപാഠം പഠിച്ചെങ്കില്, എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ഗുരുവര്യരുടെ പാരമ്പര്യം പോകുന്നത് എനിക്ക് ഖുർആനിന്റെ അക്ഷരങ്ങൾ ഇങ്ങനെ ഓതണമെന്ന് പഠിപ്പിച്ചത്, നിസ്കാരത്തിന്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നത് ഈ മഹത്തുക്കളായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാരുടെ കണ്ണി ചേരുന്നത് സുൽത്താനുൽ ഉലമയിലേക്കാണ്, റഈസുൽ ഉലമയിലേക്കാണ്. അവരുടെ കണ്ണി ചേരുന്നതോ അതേ ബഹറുൽ ഉലൂം മഹാനായ ഉസ്താദുൽ അസാതീദ് ഉസ്താദിലേക്കാണ്. അവിടുത്തെ സ്മരണ അയവിറക്കുന്ന മാസം കൂടെയാണ്. അല്ലാഹുവേ, അവിടുത്തെ ദറജയെ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇന്ന് സമസ്തയെ നയിക്കുന്ന 2 ശ്രേഷ്ഠരായ പണ്ഡിതന്മാരുടെയും വൈജ്ഞാനിക ലോകത്തിന്റെ കണക്ഷൻ ഉള്ളത് ബഹറുൽ ഉലൂമിലേക്കാണ്. മഖ്ദൂം കുടുംബമാണത്, ആ മഖ്ദൂം കുടുംബമാണത്. അതേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്ക് നേരിട്ട് കണക്ഷനുള്ള പാരമ്പര്യം, തറവാടിത്തമുള്ള കുടുംബമാണത്. കുടുംബപരമായ മഹദൂമിയ പാരമ്പര്യമുണ്ടെങ്കിൽ അത് മാത്രമല്ല, വൈജ്ഞാനിക ലോകത്തുകൂടെയും മഹദൂമുമാരിലേക്ക് കണ്ണി ചേരപ്പെടുന്നവരാണ്. ആ മഹദൂമുമാരിലേക്ക് വൈജ്ഞാനിക കണ്ണി ചേർന്നാലോ അവിടുന്ന് നേരെ ഇബ്നു ഹജറിലേക്കാണ്. ആ ഇബ്നു ഹജറിൽ നിന്ന് അങ്ങനെ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ആ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പിന്നെയും മുന്നോട്ട് പോയാലോ മുത്തബിഉസ് സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളിലേക്കാണ്. ആ തങ്ങളിൽ നിന്നോ ഇലാ റസൂലില്ലാഹ്. എന്തൊരു പ്രൗഢമായ പാരമ്പര്യം, എന്തൊരു സുന്ദരമായ വഴി, എന്തൊരു അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു നാൾ വഴികൾ. ഇതല്ലേ നമുക്കുള്ളത്, ഈ പ്രസ്ഥാനത്തിന്റെ വഴിയിൽ പോകുന്ന ആളുകൾക്കുള്ളത്. ഇത് അവകാശപ്പെടാൻ ഈ പ്രസ്ഥാനത്തിനല്ലാതെ, അഹ്ലുസുന്നയുടെ വഴിയിലുള്ള ആളുകൾക്കല്ലാതെ ഈ ഭൂമി ലോകത്ത് വേറെ ആർക്ക് സാധിക്കും? ഒരാൾക്കും സാധിക്കില്ല, ഒരാൾക്കും കഴിയില്ല. അവരുടെ ഗുരുമുഖത്തിന്റെ വഴികൾ അടഞ്ഞു പോകും. 920-ലേക്കോ അല്ലെങ്കിൽ 940-ലേക്കോ, ഇബ്നു തൈമിയ്യയിലേക്കോ, അബ്ദുൽ വഹാബിലേക്കോ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ മറ്റു പേരുകളുണ്ടല്ലോ, അവരിലേക്കോ ചെന്ന് അസ്തമിച്ചു പോകുന്ന കണ്ണിയല്ലാതെ ഈ കക്ഷികൾക്ക് അതിന്റെ അപ്പുറത്തൊന്ന് പറയാൻ ഇല്ല. ഇബ്നു അബ്ദുൽ വഹാബ് പറഞ്ഞത്, പാരമ്പര്യത്തിന്റെ ചങ്ങല ഞാൻ എന്റെ മാറിൽ നിന്ന് പൊട്ടിച്ചെറിയുന്നു എന്നാണ്. അതേ അബുൽ അലാ മൗദൂദി പറഞ്ഞതും അതേ ആശയം തന്നെയാണ്. ഇങ്ങനെ പോയാൽ ആ നാൾവഴിയുടെ പ്രൗഢമായ ചരിത്രത്തിന്റെ സ്മരണയെ പറയാനും അത് ഏറ്റെടുക്കാനും അവർക്ക് കഴിയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ വഴിയേ വരൂ. അഹ്ലുസുന്നയുടെ ആശയത്തെ ഏറ്റെടുക്കൂ, അതിലുറച്ചു നിന്നോളൂ. അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ഭാഗ്യം ലഭിക്കാം.
അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രസ്ഥാനങ്ങൾ, നമ്മുടെ സംഘടനകൾ, നമ്മുടെ വ്യത്യസ്തങ്ങളാകുന്ന പ്രവർത്തനങ്ങൾ. അൽഹംദുലില്ലാഹ്, ഇവിടെ മഹ്ലറത്തുൽ ബദരിയയുടെ വാർഷികമാണ്. ഈ മഹ്ലറത്തുൽ ബദരിയ മഹാന്മാരാകുന്ന ആളുകൾ നമുക്ക് കൈമാറ്റം ചെയ്തു തന്ന, അവരുടെ വഴിയിലൂടെ കൈമാറ്റം ചെയ്തു തന്ന അസ്കാറുകള്. ആ ബന്ധം എവിടേക്ക് ചേരുന്നു? ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചേരുന്നുണ്ട്. മഹാന്മാരാകുന്ന ബദരീങ്ങളിലേക്ക് ചേരുന്നുണ്ട്. സുൽത്താനുൽ ഉലമയുടെ മശായിഖ്മാർ അവർക്ക് കൊടുത്ത അദ്കാറുകളെ ക്രോഡീകരിച്ചതാണ് മഹ്ലറത്തുൽ ബദരിയ എന്ന് പറയുന്നത്. ഖാദിരിയാത്തിന്റെയും റിഫായിയാത്തിന്റെയും വഴിയിലൂടെയുള്ള ദിക്റുകളുണ്ട്. ആ മഹത്തുക്കളായ ആത്മജ്ഞാനികളിലേക്ക് ചേരാനുള്ള വഴികളുണ്ട്. അല്ലാഹുവിന്റെ അസ്മാഉകൾ മനസ്സ് ചേർത്ത് വിളിക്കുന്നുണ്ട്. അതേ അഹ്ലുസുന്നയുടെ വഴിയിലുള്ളവർക്ക് റബ്ബിനോട് ഇഷ്ടമാണ്, അല്ലാഹുവിനോട് താല്പര്യമാണ്, റബ്ബിനോടുള്ള മഹബ്ബത്താണ്. അതുകൊണ്ടാണ് കൽബ് ചേർത്ത് വെച്ച് നമ്മൾ പറയുന്നത് യാ റബ്ബു യാ അല്ലാഹ്, യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ റഊഫ് യാ അല്ലാഹ്. എന്തൊരു സുന്ദരമായ പറച്ചിലാണ്, എന്തൊരു സ്നേഹത്തിന്റെ പറച്ചിലാണ്, എന്തൊരു സമാധാനത്തിന്റെ പറച്ചിലാണ്, എന്തൊരു ആത്മനിർവൃതിയുടെ പറച്ചിലാണ്. യാ ഹയ്യോ യാ ഖയ്യോ, യാ ഹയ്യോ യാ ഖയ്യോ, യാ ഹയ്യോ യാ ഖയ്യോ. സർവാധിപതിയായ റബ്ബിലേക്ക് മനസ്സുകൊണ്ട് ചേർന്നു നിന്ന് വിളിക്കുന്ന വാചകമാണ്. എനിക്ക് ജീവിക്കാൻ അവസരം തന്ന റബ്ബല്ലയോ, എനിക്ക് ആരോഗ്യം തന്ന റബ്ബല്ലയോ, എനിക്ക് കുടുംബത്തെ തന്ന റബ്ബല്ലയോ, എനിക്ക് ജീവിതം തന്ന റബ്ബല്ലയോ, എനിക്ക് സമ്പത്ത് തന്ന റബ്ബല്ലയോ, എനിക്ക് മക്കളെ തന്ന റബ്ബല്ലയോ, എനിക്ക് ജീവിതത്തിന്റെ സർവ്വസുഖങ്ങളും തന്ന റബ്ബല്ലയോ. ചോദിക്കാതെ ഓരോ നിമിഷങ്ങളിലും എനിക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ തരുന്ന റബ്ബല്ലയോ. അതൊന്ന് സ്റ്റക്കായാൽ നിങ്ങൾ വെന്റിലേറ്ററിലാണ്, വെന്റിലേറ്ററിലായാലോ മണിക്കൂറുകൾക്ക് 10,000-ങ്ങളാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. എന്താ സംഭവിച്ചത്? സ്വസ്ഥമായി ശ്വസിച്ച ഓക്സിജൻ കിട്ടുന്നില്ല. ആ ഓക്സിജൻ ലഭിക്കുന്നതിന് എന്തോ ഒരു തകരാറ് പറ്റിയിട്ടുണ്ട്. ആ തകരാറ് വന്നപ്പോൾ അതൊന്ന് കൃത്യമാകാൻ വേണ്ടി അതേ താൽക്കാലികമായി യന്ത്രത്തിന്റെ സഹായം തേടുമ്പോൾ മോനെ മോളെ അതിന് നീ എത്രയാ ചെലവഴിക്കുന്നത്? ഒരാഴ്ചക്കാലം ഐസിയുയിൽ കിടത്തിയാൽ എത്ര 10,000-ങ്ങളാണ് നിങ്ങൾക്ക് ചെലവ് വരുന്നത്. അതിന്റെ ദിവസം അങ്ങ് നീണ്ടാലോ ലക്ഷങ്ങളല്ലയോ ചെലവ് വരുന്നത്. നിനക്ക് മനസ്സിലായില്ല. അല്ലാഹു ഔദാര്യമായി തരുന്ന ഓക്സിജന്റെ വിലയെ നിങ്ങൾക്ക് മനസ്സിലായില്ല. നമ്മൾ തിരിച്ചറിഞ്ഞില്ല. നമ്മൾ ഇങ്ങനെ എല്ലാ നിമിഷങ്ങളിലും അതിങ്ങനെ ശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പുറത്തേക്ക് വിടുന്ന കാർബൺ ഡൈ ഓക്സൈഡോ ഇവിടെയുള്ള സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു. അതിവിടെ തന്നെ നിലനിന്നാലോ നമുക്ക് ജീവിതം ദുസ്സഹമാണ്. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള സ്ഥലം എവിടെയാണ്? അത് ഡൽഹിയാണ്. എന്താണ് ഡൽഹിയുടെ പ്രശ്നം? അതേ ഡൽഹിയുടെ ഡീസൽ വാഹനങ്ങളെ കണ്ടമാനം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ടല്ലോ. അതെ, എന്തേ ആ വാഹനം ഇങ്ങോട്ട് വന്നു? ഡൽഹിയുടെ പ്രകൃതി അന്തരീക്ഷം മലിനമായിരിക്കുന്നു. കാർബണിന്റെ അംശം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ആരോഗ്യത്തിന്റെ തലം പിന്നോട്ട് പോയിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് ആരോഗ്യപരമായ സുരക്ഷിതത്വം ഏറ്റവും കുറഞ്ഞ സ്ഥലം അത് ഡൽഹിയാണ്. ആരോഗ്യത്തിന്റെ പ്രശ്നം കൊണ്ട് ആയുസ്സിന് ബാധിക്കുന്നതും ഡൽഹിയാണ്.
അപ്പൊ അവിടെയുള്ള അന്തരീക്ഷം കാർബൺ നിറഞ്ഞു കൂടി വരുമ്പോ ആ അന്തരീക്ഷത്തിന്റെ അവസ്ഥ പ്രതിസന്ധിയിലാകുന്നു. അവിടെ മനുഷ്യ ജീവിതം ദുസ്സഹമാകുന്നു. അതുകൊണ്ട് അവിടെ അതേ ഡീസൽ വണ്ടി ഓടിക്കണ്ടെന്ന് തീരുമാനം വരുന്നു. ഞാൻ പറഞ്ഞത് എന്താണ്? അതേ അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് കാർബണിന്റെ അംശം കൂടിയാൽ എനിക്കും നിങ്ങൾക്കും ജീവിക്കാൻ കഴിയില്ല. സമയം ഓരോ സെക്കൻഡിലും ഔദാര്യമായ റബ്ബ് തരുന്ന ഓക്സിജന്റെ വില മനസ്സിലാക്കിയാൽ മാത്രം മതി റബ്ബിന്റെ അനുഗ്രഹത്തെ കുറിച്ച് തിരിച്ചറിയാൻ. ഞാനത് വിശദീകരിക്കുന്നില്ല, സമയത്തിന് പരിമിതിയുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, റബ്ബ് തആലയാണ് എനിക്ക് ഓക്സിജൻ തരുന്നത്, കഴിക്കാനുള്ള ഭക്ഷണം തരുന്നത്. എന്റെ അവയവത്തിന്റെ ഓരോ കാര്യങ്ങളും ആലോചിച്ചാൽ എത്ര അത്ഭുതമാണ്. എന്റെ വിരലുകൾ അതേ ഒറ്റ എല്ലിലല്ലോ, അത് കണക്ഷനാണല്ലോ, ജോയിൻസുകൾ ഉണ്ടല്ലോ. ഈ ജോയിൻസുകൾ ഇല്ലെങ്കിൽ എന്താണ് എന്റെയും നിങ്ങളുടെയും അവസ്ഥ? നമുക്ക് ഭക്ഷണം വാരി തിന്നാൻ പറ്റുമോ? വെള്ളം കുടിക്കാൻ പറ്റുമോ? ഇല്ല, ഇല്ല. നിങ്ങൾ ഒരു പിടി വാരിയിട്ട് വാരാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ഈ വിരലുകൾ ഇങ്ങനെ ജോയിന്റുകൾ ആവശ്യമാണ്. ജോയിന്റുകളില്ലെങ്കിലോ ഇതിങ്ങനെ പരന്നു കിടക്കും. ഈ പരന്നു കിടക്കുന്ന സാധനം കൊണ്ട് എങ്ങനെയാണ് ചോറ് ഉരുട്ടുക? എങ്ങനെയാണ് നമ്മുടെ മുന്നിലുള്ള ഭക്ഷണം ഒന്ന് പിച്ചുക, ഒന്ന് മുറിച്ചെടുക്കുക? നല്ല മാംസമുണ്ട് മുന്നിൽ, പക്ഷേ ആ മാംസത്തെ ഒന്ന് നുള്ളിയെടുക്കാൻ എങ്ങനെയാ പറ്റൂല. പൊരിച്ച മീനും കഴിക്കാൻ കഴിയൂല, മുള്ളിൽ നിന്ന് മാംസം വേർതിരിക്കാനും കഴിയൂല. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ 5 വിരലുകളിലെ ജോയിൻസുകളില്ലാതെ അതൊരൊറ്റ എല്ലായിരുന്നുവെങ്കിൽ, ഒരൊറ്റ അസ്ഥിയായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഇവിടെ ജീവിതം ദുസ്സഹമാകുമായിരുന്നു. കേവലം ഒരു വിരലുകളുടെ സംവിധാനം എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ നിഅമത്താണ്. റബ്ബ് തആല തന്ന നിഅമത്തിനെ ഒന്ന് ഓർമ്മിക്കാനുള്ള ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ബാക്കി നമ്മൾ ചിന്തിച്ചോളൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകും അല്ലാഹു തരുന്ന ഔദാര്യത്തെ കുറിച്ച്. കേവലം ഈ വിരലുകൾ ജോയിന്റുകളായി ക്രമപ്പെടുത്തിയത് കൊണ്ടാണ് ഞാൻ ഭക്ഷണം വാരിക്കടിക്കുന്നത്. എനിക്ക് അതേ ഒരു ഗ്ലാസ് കയ്യിൽ പിടിക്കാൻ പറ്റുന്നത്, ഒരു വസ്തു കയ്യിലെടുത്ത് പിടിക്കാൻ പറ്റുന്നത്. ആ നിലക്ക് ഔദാര്യം ചെയ്ത റബ്ബില്ലയോ? ആ റബ്ബിലേക്ക് കൽബ് തിരിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. യാ അല്ലാഹ്, യാ റഹ്മാൻ, യാ അല്ലാഹ്, യാ റഹീം, യാ അല്ലാഹ്. സൃഷ്ടാവിന്റെ സവിധത്തിലേക്ക് ആത്മാവിനെ ഒന്ന് പറഞ്ഞേച്ചിട്ട് ആത്മീയമായ വളർച്ചയൊന്ന് ലഭിക്കണമെന്ന് കൊതിച്ചിട്ടാണ് നമ്മൾ ഈ മഹദറത്തുൽ ബദരിയുടെ അസ്മദേ അദ്കാറുകൾ ചെല്ലുന്നതെങ്കിൽ. എന്ന് മാത്രമല്ല, ഈമാനിന്റെ വെളിച്ചം എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ, ജീവിതത്തിന്റെ സർവാദി സുഖങ്ങൾക്കും വഴി തുറക്കാൻ കാരണമായ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദിൽ മുസ്താഖീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ തങ്ങളാണ് എൻ്റെ ഈമാനിന്റെ നിദാനം. എനിക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടിയതാ മുത്തുനബിയെ കൊണ്ടാണ്. ഹിദായത്തിന്റെ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുന്നതും ആ ഹബീബിനെ കൊണ്ടാണ്. ആ ലോകത്തിന്റെ നേതാവായ എനിക്ക് സർവാനുഗ്രഹങ്ങളും ലഭിക്കാൻ കാരണമായ അതേ റബ്ബ് തആല എന്തു നിഅമത്ത് ഈ ഭൂമി ലോകത്ത് നൽകണമോ, എനിക്ക് അല്ലാഹു നൽകണമോ, നിങ്ങൾക്ക് റബ്ബ് തആല നൽകണമോ? അതിനുള്ള വസീലയാരാ? അതിന്റെ സബബാരാ? അത് മുഹമ്മദുർ റസൂലുള്ളാഹി. വല്ലാഹുൽ മുഅതി അനൽ ഖാസിമോ. നൽകുന്നവൻ അല്ലാഹുവാൻ, വിതരണക്കാരൻ ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ഒരാൾക്ക്
ഒരാൾക്കും ഒരു അനുഗ്രഹവും അനുഭവിക്കാൻ കഴിയൂല, ഒരു സൃഷ്ടിക്കും കഴിയൂല. അതുകൊണ്ടാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ, ലോകങ്ങൾക്ക് മുഴുവനും അനുഗ്രഹത്തിന്റെ വഴിയായി പ്രിയപ്പെട്ട പ്രവാചകരെ പടച്ച റബ്ബ് പറഞ്ഞയച്ചത് വെറുതെയല്ല, വെറുതെയല്ല. എന്റെയും നിങ്ങളുടെയും ജീവിതം സുഖമാകാനാണ്, സന്തോഷമാകാനാണ്, സംതൃപ്തിയിൽ പോകാനാണ്. അതുകൊണ്ടാണ് ആ ഹബീബിന്റെ പേരിൽ നമ്മൾ സ്വലാത്തു ചൊല്ലുന്നത്, സലാം പറയുന്നത്. മഹദറത്തുൽ ബദ്രിയയിൽ നമ്മൾ പറയുന്നു അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഈ സ്വലാത്തിന്റെ സലാമിന്റെ വചനങ്ങൾ ഉരുവിടുമ്പോ അല്ലാഹുവിന്റെ മലായികത്തുകൾ നമുക്ക് വേണ്ടി സ്വലാത്തു ചൊല്ലുകയാണ്. ഒന്നിനു പകരം 10 ആയിട്ടാണ്. മഗ്ഫിറത്ത് തേടുകയാണ്, 10 ദറജ വർദ്ധിക്കുകയാണ്. ഇതെല്ലാം ലഭിക്കുന്നു. ഒരു 100 തവണയോ 50 തവണയോ നമ്മൾ ആ മുത്തുനബിയിലേക്ക് മഹദറത്തുൽ ബദ്രിയുടെ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് സ്വലാത്ത് ചൊല്ലുമ്പോൾ ആത്മീയതയുടെ വളർച്ചയാണ്, ഹബീബിനോടുള്ള അനുരാഗത്തിന്റെ പുലർച്ചയാണ്. മുത്തുനബിയിലേക്ക് ആത്മാവിനെ പറഞ്ഞേക്കലാണ്. റൗളായുടെ മടിത്തട്ടിൽ നിന്ന് അനുഗ്രഹീതരായ പ്രവാചകരെ നമ്മളിലേക്ക് നോക്കാനുള്ള സബബുമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എന്റെ വകയിലല്ല. ഖുർആനാണ് സാക്ഷ്യം, ഹദീസാണ് സാക്ഷ്യം. തെളിവുകൾ ഉദ്ധരിക്കുന്നിടത്തേക്ക് ഞാൻ പോകുന്നില്ല, സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട്. സഹോദരങ്ങളെ, ഈ മഹദറത്തുൽ ബദ്രിയയുണ്ടല്ലോ, പിന്നെ മഹാന്മാരായ അസ്ഹാബുൽ ബദ്രീൻ റളിയല്ലാഹു അൻഹും അവരുടെ നാമങ്ങൾ ഉരുവിട്ട ബൈത്തുകളാണ്. ഈമാനിന് കാരണം അവരാണ്. ബദറിന്റെ തലേനാള് മുത്തുനബി പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇൻതുഹിക് ഹാദിഹിൽ ഇസ്വാബ, ഈ ചെറു സംഘത്തെ അല്ലാഹ് നീ നശിപ്പിക്കുകയാണെങ്കിൽ, പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഭൂമി ലോകത്ത് പിന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല. ബദരീങ്ങൾ പടപൊരുതിയത് കൊണ്ടാണ്, ബദറിന്റെ രണാങ്കണത്തിൽ അവര് കഠിനാധ്വാനം ചെയ്തത് കൊണ്ടാണ് ഭൂമിക്ക് മുകളിൽ ഇന്നും ആത്മാഭിമാനത്തോടെ ഞാനും നിങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുന്നത്. അതിന്റെ കാരണക്കാർ മഹാന്മാരായ ബദരീങ്ങളാണ്. ദിക്റു സ്വാലിഹീന കഫാറ, മഹാന്മാരുടെ പേര് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ പരിഹാരമാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ പ്രസ്ഥാനത്തിന് കീഴിൽ നടക്കുന്നതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഈ പ്രസ്ഥാനം കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്? എന്താണ് നമുക്ക് നിർവഹിക്കാനുള്ളത്? എന്തു നേട്ടമാണുള്ളത്? ഒന്നാമത് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടുകയാണ്, നമ്മുടെ ഈമാനിന്റെ സുരക്ഷിതത്വമാണ്. രണ്ടാമതോ ആ ഈമാനിന്റെ വർധനവിന് കാരണമാകുന്ന സൃഷ്ടിച്ച നാഥനോടുള്ള നന്ദിബോധത്തോടെ പ്രതികരിക്കാനുള്ള അവസരങ്ങൾ അവനിലേക്കുള്ള അദ്കാറുകൾ ചൊല്ലിയിട്ട് അവന്റെ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളിലൂടെ നമുക്ക് സഞ്ചാരത്തിന് വഴി തുറക്കുകയാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ഓരോ ഘടകങ്ങളും. നിങ്ങൾ നോക്കൂ, നമ്മുടെ ആത്മീയമായ വളർച്ച എങ്ങനെയാണ് സാധിക്കുന്നത്? കേവലം ദിക്റിലൂടെ മാത്രമല്ല, നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമല്ല, സദഖ കൊടുക്കുന്നതിലൂടെ മാത്രമല്ല. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം പള്ളിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു പ്രത്യയ ശാസ്ത്രമല്ല. പള്ളി പോലും ലോകത്തിന്റെ മുഴുവനും മനസാക്ഷിയിലേക്ക് തിരിച്ചു വയ്ക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളാണ്. സമത്വത്തിന്റെ, സ്നേഹത്തിന്റെ, ഐക്യത്തിന്റെ, സുദൃഢതയുടെ, സൗഹൃദത്തിന്റെ ആശയങ്ങളാണ് 5 നേരവും പള്ളിക്കകത്തു നിന്ന് വിളിച്ചു പറയുന്നത്. അനുസരണയോടെ ഒരു നേതൃത്വത്തിന് കീഴിൽ മുന്നോട്ട് പോകുന്നതിന്റെ അനുഭവങ്ങളാണ്
പള്ളിക്കകത്തു നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, ഇമാമിന് കീഴിൽ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ അതേ ഒരു നിസ്കാരത്തിന്, ഒരു വഖ്ത് നിസ്കാരത്തിന് 25 ഇരട്ടി 27 ഇരട്ടി പ്രതിഫലം ലഭിക്കാവുന്ന വിധത്തിലുള്ള ആത്മീയമായ വളർച്ചയുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്തോ ഒരു നേതൃത്വത്തിന് കീഴിൽ അനുസരണയോടെ പോകുന്നതിന്റെ അനിവാര്യതയെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. വേറെ ഒരു ഭാഗത്തോ പണക്കാരനും പാവപ്പെട്ടവനും, പണ്ഡിതനും അതേ വിവരമില്ലാത്തവനും, തൊഴിലാളിയും യജമാനനും, കറുത്തവനും വെളുത്തവനും, പത്രാസുള്ളവനും ഇല്ലാത്തവനും, എല്ലാവരും ഒരേപോലെ മടം പൊപ്പിച്ചിട്ട് ഒരു ഇമാമിന്റെ കീഴിൽ നിൽക്കുന്നത് കേവലം അതൊരു ആരാധന മാത്രമല്ല, മനുഷ്യാവകാശത്തിന്റെ, മനുഷ്യ സമത്വത്തിന്റെ ഉന്നതമായ സന്ദേശത്തെ ഓരോ ദിവസവും 5 നേരം ഉറക്കെ ഉറക്കെ വിളിച്ചു പറയുന്ന ആരാധനാ കർമ്മം കൂടെയാണത്. ലോകമേ വായിക്കേണ്ടതുണ്ട്, സമൂഹമേ പഠിക്കേണ്ടതുണ്ട്. കറുത്തവനെ കാണുമ്പോ വെള്ളക്കാരൻ ഈർഷ്യതയാണ്. അമേരിക്കയിൽ കറുത്തവരെ കൊല ചെയ്ത് കളയുന്നത് ആരാണ്? തൊലിക്ക് വെളുപ്പ് നിറമുണ്ട് എന്നതിന്റെ പേരിൽ കറുപ്പിനോടുള്ള വെറുപ്പ്, അതല്ലേ അവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ എത്ര മനുഷ്യരെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളയുന്നു. ലോക പോലീസിന്റെ സ്വഭാവമാണത്. എങ്ങനെയാണ് അവിടെ അഗ്നി പടർന്ന് പിടിക്കാതിരിക്കുക? പാവം മനുഷ്യരെ മുഴുവനും ചുട്ടരിച്ചു കൊല്ലാനുള്ള സർവ പിന്തുണയും നൽകുന്നവർക്കൊരു അതേ ട്രീറ്റ്മെന്റ് ആണത്, ചെറിയൊരു സൂചനയാണത്. അതേ പറയട്ടെ, അവിടെ തൊലിയുടെ നിറത്തിന്റെ പേരിൽ മനുഷ്യനെ അവഗണിക്കുകയും കടുത്ത് ജരിച്ചു കൊല്ലുകയും ചെയ്യുമ്പോ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇന്ന സ്ഥലത്ത് എന്നില്ല, അമേരിക്കയിലാണെങ്കിലും ബ്രിട്ടനിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ചൈനയിലാണെങ്കിലും മക്കയിലാണെങ്കിലും മദീനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ശ്രീലങ്കയിലാണെങ്കിലും അങ്ങനെ ഏതു രാജ്യത്താണെങ്കിലും ഈ ഉമ്മത്തിലെ ജനങ്ങൾ 5 നേരം ഒരുമിച്ച് പള്ളിയിൽ ചേർന്ന് നിൽക്കുമ്പോ തൊലിയുടെ നിറം അവിടെ പ്രശ്നമാകുന്നില്ല. കറുത്തവന് വേറെ പള്ളിയില്ല, വെളുത്തവന് വേറെ പള്ളിയില്ല, പണക്കാരന് വേറെ പ്രത്യേകമായ സഫ് റിസർവേഷൻ ഇല്ല, പാവപ്പെട്ടവന് പിന്നാമ്പുറത്ത് പോയി നിൽക്കണമെന്ന തൊട്ടുകൂടായികയുമില്ല. മറിച്ചോ എല്ലാവരും ഒരേപോലെ മടം പൊച്ചിപ്പിച്ച് നിൽക്കണം. ഞാനൊന്ന് കയറി നിൽക്കട്ടെ എന്ന് ഒരു പണക്കാരൻ തീരുമാനിച്ചാൽ പറ്റൂല. ആ കയറി നിന്നാൽ നിനക്ക് ആരാധനയുടെ പൂർണ്ണമായ പ്രതിഫലം നഷ്ടപ്പെടുകയാണ്. ഞാൻ അടുത്ത് നിൽക്കൂല, നിങ്ങൾ കുറച്ച് വിട്ടു നിന്നോളൂ എന്ന് പറഞ്ഞിട്ട് സഫിന്റെ ഇടയിൽ വിടവുണ്ടാക്കിയാലോ അവിടെയും അല്ലാഹു നിങ്ങളുടെ ഈ ജമാഅത്തിന്റെ പ്രതിഫലം തരൂല്ല. തോളോട് തോള്, മടമ്പിനോട് മടമ്പ് ചേർന്ന് കൃത്യമായി സഫായി നിൽക്കുമ്പോഴേ ഈ ജമാഅത്തിന്റെ പ്രതിഫലമുള്ളൂ. അങ്ങനെയാണ് ഇസ്ലാം പറയുന്നത്. അതുകൊണ്ട് ഓ തൊഴിലാളിയായ മനുഷ്യ, മുതലാളിയായ എന്റെ അടുക്കൽ തൊട്ടുരുമി നിൽക്കല്ല, കുറച്ചങ്ങോട്ട് മാറി നിൽക്ക് എന്നൊരു തൊഴിലാളിയോട് പള്ളിയിൽ വന്നിട്ട് പറയാൻ ഏതു മുതലാളിക്കും അവകാശമില്ല, ആർക്കും അതിന് സാധ്യതയില്ല. ചിലയാള് മനസ്സിലാക്കിയത് പള്ളിക്കകം എന്ന് പറഞ്ഞാൽ ചില പരിമിതമായ ആരാധനകളെ കുറിച്ച് മാത്രമുള്ള ആലോചനയാണെന്നാണ്. അങ്ങനെ ചില ആളുകൾ വിചാരിച്ചു പോയിട്ടുണ്ട്. അല്ല, ആ പള്ളിക്കകങ്ങളിൽ നിന്ന് മനുഷ്യകുലത്തെ ലോകത്തിന്റെ ഏറ്റവും ഉന്നതിയിലേക്ക് ചേർത്തു നിർത്തുന്ന വിശുദ്ധമായ ഒരു ആശയത്തെയാണ് പ്രയോഗവൽക്കരിച്ചു കാണിക്കുന്നത്. കേവലം സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല, പ്രഖ്യാപനം മാത്രമല്ല, പ്രയോഗിച്ച് കാണിക്കുകയാണ്. ആ പ്രയോഗതലത്തിന്റെ സൗന്ദര്യം എത്രയാണ്! മാനവികതയുടെ സുന്ദരമായ മൂല്യങ്ങൾ അവിടെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആരാധനകളിൽ മാത്രമല്ല, പള്ളിക്കകത്തു നിർവഹിക്കപ്പെടുന്ന കർമ്മങ്ങൾ മാത്രമല്ല, ആത്മീയമായ വളർച്ചയ്ക്ക് നമുക്ക് വഴിയൊരുക്കുന്നത്. പിന്നെയോ ഇസ്ലാം എത്ര സുന്ദരമാണ്, എത്ര അഭിമാനമുള്ള ആശയമാണ്, എത്ര സമഗ്ര
സമഗ്രമായ ആശയമാണ്. നിങ്ങൾ അല്ലാഹുവിലേക്ക് അവന്റെ അസ്മാകൾ ചെല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കുന്നു. ശരി, നിങ്ങൾ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ പ്രതിഫലം ലഭിക്കുന്നു. ശരി, നിങ്ങൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ പ്രതിഫലം ലഭിക്കുന്നു. ശരി, നിങ്ങൾ സദഖ കൊടുക്കുമ്പോൾ പ്രതിഫലം ലഭിക്കുന്നു. ശരി, എന്നാൽ അവിടെ മാത്രമല്ല, കണ്ടോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ മസഹ റഅസ യതീമിൻ, ഒരു അനാഥ ബാലന്റെ തലയിൽ ഒരാൾ കൈവച്ചിരിക്കുകയാണ്, ലം യംസഹു ഇല്ലാ ലില്ലാഹ്. അയാൾ എന്തിനാണ് കൈവച്ചത്? ആ കൈവച്ചത് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കൈവച്ചയാൾ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ പ്രിയ അനാഥനായി വളരുന്ന കുട്ടിയുടെ തലയിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ കൈ സ്പർശിച്ച വ്യക്തിയില്ലയോ, ആ കൈ സ്പർശിച്ച വ്യക്തി ആ അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് അയാൾ ചെയ്തത്. എന്നാൽ കാന ലഹു ബികുല്ലി ശഅറത്തിൻ തമുറു ബിയദഹു ഹസന, ആ കരം സ്പർശിച്ചു പോയ ആ കുട്ടിയുടെ തലയിലുള്ള രോമങ്ങളില്ലയോ, ആ രോമത്തിന്റെ എണ്ണം കണക്കേ ആ വ്യക്തിക്ക് ഹസനാത്തുണ്ടെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോ യേശുകാരൻ ചെയ്യുന്ന പണി എന്താണ്? അതെ, അവൻ അനാഥ ബാലനെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അതേ, പ്രയാസപ്പെടുന്നവരുടെ കണ്ണുനീരൊപ്പാനുള്ള ശ്രമങ്ങളിലാണ്, സാന്ത്വന പ്രവർത്തനത്തിന്റെ വഴിയിലാണ്. ഓ ജനങ്ങളെ, അത് നിർവഹിക്കുന്നവന് വലിയ ആത്മീയ വളർച്ചയാണ്. അതേ, ആ പിഞ്ചുബാലന്റെ തലയിലെ രോമത്തിന്റെ എണ്ണത്തിനു കണക്കേ നിനക്ക് ഹസനാത്തുണ്ട്. പറയുന്നത് ഞാനല്ല, സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മുത്തുനബി അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചോ? ഇല്ല. വമൻ അഹ്സന ഇലാ യതീമത്തിൻ ഔ യതീമിൻ, ഏതെങ്കിലും ഒരു അനാഥയായ പെൺകുട്ടിയോ അനാഥ ബാലനോ അവരോട് നന്മ ചെയ്തു ആരെങ്കിലും, ഇൻദഹു കുന്തു അന വഹുവ ഫിൽ ജന്നതി കഹാതൈൻ, അങ്ങനെ ഒരു അനാഥ ബാലനോടോ അതേ ഒരു അനാഥയായ പെൺകുട്ടിയോടോ നന്മ പ്രയോഗിച്ചയാള് അവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. അവിടുത്തെ വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ടാ പറയുന്നത്, സ്വർഗത്തിൽ ഇപ്രകാരം അവൻ എന്റെ കൂടെ ഉണ്ടാകുമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനത്തിന്റെ ഒരു ആത്മീയ മൂല്യത്തെയാണ് തിരിച്ചറിയേണ്ടത്. നമ്മുടെ സംഘടന എന്ന് പറയുന്നത്, നമ്മുടെ സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് അത് ഭൗതിക പ്രസ്ഥാനമല്ല, ഇവിടെ എന്തെങ്കിലും നേടാനുള്ളതല്ല. ഇത് നമ്മുടെ കൽബിൽ നല്ലോണം ഉറക്കണം. നമ്മൾ ഏതൊരു കാര്യവും ചെയ്യുന്നത് അല്ലാഹുവിന്റെ സബിതത്തിൽ പ്രതിഫലം കിട്ടാനാണ്. ഞാൻ SYS-കാരനായതുകൊണ്ട്, ഞാൻ SSF-കാരനായതുകൊണ്ട്, ഞാൻ മുസ്ലിം ജമാഅത്തുകാരനായതുകൊണ്ട് ആ സംഘടനയോടൊപ്പം നിന്ന് നേതാക്കൾ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിർവഹിച്ച് എനിക്ക് സ്വർഗത്തിൽ പോകണം. മഹാന്മാരാകുന്ന പണ്ഡിതന്മാരോടൊപ്പം, ഇമാമീങ്ങളോടൊപ്പം, അങ്ങനെ അങ്ങനെ ഇലാ ഹബീബില്ലാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുസവിധത്തിലേക്ക് സ്വർഗീയ ലോകത്ത് അണയണമെന്ന് കൊതിക്കുന്ന കൂട്ടുകാരാ, അതേ നിങ്ങൾക്ക് അവസരമുണ്ട്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രയാസപ്പെടുന്ന അനാഥ ബാലനെ ചേർത്ത് നിർത്തുമ്പോൾ സാന്ത്വന പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ നിർവഹിക്കുന്ന വ്യത്യസ്ത കാര്യങ്ങളാണ്.
നിങ്ങൾ നോക്കൂ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മറ്റൊരു വാചകം, മൻ ഖളാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജ, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളുടെ ആവശ്യ നിർവഹണം, ആ ആവശ്യ നിർവഹണം ഒരാൾ ഉദ്ദേശിച്ചാൽ യുരീദു അൻ യസുറഹു ബിഹാ, എന്തിനാണ് അയാൾ അത് ഏറ്റെടുക്കുന്നത്? പാവപ്പെട്ട ഒരു മനുഷ്യനുണ്ട്, സഹായം ആവശ്യമുള്ള ഒരാളുണ്ട്, പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യനുണ്ട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരാവശ്യം നിർവഹിക്കപ്പെടാനുണ്ട്, അതിനെ ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ആവശ്യ നിർവഹണം ഒരാൾ നിർവഹിക്കുന്നു. എങ്ങനെയാണ്? യസുറഹു ബിഹാ, അത് നിർവഹിക്കുന്നത് കൊണ്ട് അയാൾക്ക് മനസ്സിൽ സന്തോഷമുണ്ടാകാനാണ്, ടെൻഷൻ മാറിയിട്ട് മനസ്സിനൊരു സുഖം കിട്ടാനാണ്. അങ്ങനെ ഒരു സുഖം കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ, മുത്തുനബി പറയുന്ന വാചകം ഒന്ന് കേൾക്കണേ, അതേ ഫഖദ് സറനി, അവൻ ആ മനുഷ്യനെ മാത്രമല്ല സന്തോഷിപ്പിച്ചത്, അവൻ എന്നെ കൂടെയാണ് സന്തോഷിപ്പിച്ചത്. വമൻ സറനി, ആരെങ്കിലും എന്നെ സന്തോഷിപ്പിച്ചാലോ ഫഖദ് സറഹുല്ലാഹ്, അവൻ അല്ലാഹു ഫഖദ് സറല്ലാഹ്, അവൻ അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചവനാണ്. വമൻ സറല്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചാലോ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അല്ലാഹു അവനെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. അനുഗ്രഹങ്ങൾ അഖിലവും ചേർന്നു കിടക്കുന്ന ആകാശഭൂമികളെക്കാൾ വിശാലതയുള്ള സ്വർഗമില്ലയോ? സ്വർഗം പ്രതീക്ഷിക്കുന്ന ചെറുപ്പക്കാരാ, സ്വർഗം പ്രതീക്ഷിക്കുന്ന സഹോദരാ, സ്വർഗം പ്രതീക്ഷിക്കുന്ന പെങ്ങളെ, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസമൊന്നു പരിഹരിക്കാൻ ഇറങ്ങി വരൂ. നിങ്ങളെ ഈ പ്രസ്ഥാനം അതിനാ വിളിക്കുന്നത്. രോഗത്തിന് ചികിത്സ ചെയ്യാൻ നിവൃത്തിയില്ലാത്തവര് അത് പരിഹരിച്ചു കൊടുക്കുകയാണ്, മെഡിസിൻ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുകയാണ്, വിദ്യാഭ്യാസത്തിന് വകുപ്പില്ലാത്തവർക്ക് SSF-കാർ കൈത്താങ്ങാകുകയാണ്. അതേ, അങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളാകുന്ന സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുകയാണ്. ഈ സേവന പ്രവർത്തനങ്ങൾ എന്തിനാണ്? സ്വർഗത്തിലെത്താനാണ്. ഇഖ്ലാസോടെ ഇത് ചെയ്യുമോ? ഏറ്റെടുക്കുമോ? പ്രതീക്ഷ വെച്ചോളൂ. അല്ലാഹുവിനെ സന്തോഷിപ്പിക്കാനുള്ള അവസരമാണത്. അങ്ങനെ റബ്ബിനെ സന്തോഷിപ്പിച്ചാലോ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തും, അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കടത്തും. അതുകൊണ്ടാണ് മഹാന്മാരുടെ ജീവിതം നിങ്ങൾ നോക്കൂ, അവരുടെ സമയമേറെ ഈ ഉമ്മത്തിനു വേണ്ടിയാ ചെലവഴിച്ചത്. സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ബിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ സ്മരണയുള്ള മാസമാണല്ലോ ഇത്. എത്ര മനുഷ്യരാണ് അവിടുത്തെ സവിധത്തിലേക്ക് ഒഴുകി ഇപ്പോഴും വരുന്നത്? ആലോചിക്കണം. എന്തുകൊണ്ടാണ് ഈ ഒഴുക്ക്? ജീവിതകാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. അക്ഷണർക്ക്, പ്രയാസപ്പെടുന്നവർക്ക്, ഭക്ഷണമില്ലാത്തവർക്ക്, വീടില്ലാത്തവർക്ക്, അസുഖമുള്ളവർക്ക്, വ്യത്യസ്തങ്ങളാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ ചേർത്തു നിർത്തിയിട്ട് സൃഷ്ടാവിന്റെ അനുഗ്രഹത്താൽ ആ ആത്മീയമായ ഔന്നിത്യം കൊണ്ട്, വളർച്ച കൊണ്ട് അതിനെ പരിഹരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളാണ് മഹാനവറുകൾ നിർവഹിച്ചത്. എത്ര ആളുകൾ അതിൽ ആത്മനിർവൃതി അണഞ്ഞു. മഹത്തുക്കളെ ലോകം എങ്ങനെയാണ്? സൂഫിയാക്കളെ ലോകം നിങ്ങൾ പഠിക്കൂ. അങ്ങനെ പഠിച്ചാൽ മനസ്സിലാകും അവർ മനുഷ്യർക്ക് വേണ്ടിയാ ജീവിച്ചത്. സ്വന്തമായൊന്നും അവര് സമ്പാദിച്ചിട്ടില്ല. ഇവിടെയുള്ള പ്രൗഢയെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇവിടെയുള്ള സമ്പാദ്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുമില്ല. അവര് പിന്നെ എന്ത് ചിന്തിച്ചു? ഈ ഉമ്മത്തിനെ കുറിച്ച് ചിന്തിച്ചു. തന്റെ പരിസരത്തേക്ക് വരുന്ന പ്രയാസപ്പെടുന്ന മനുഷ്യരെ കുറിച്ച് ആലോചിച്ചു. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. തങ്ങളുടെ ജീവിതത്തിന്റെ രീതി എന്താണ്? വല്ലതും കയ്യിൽ കിട്ടിയാൽ അങ്ങാടിയിലേക്ക് പോകുകയാണ്. കാണുമ്പോഴേക്ക് ഓടിക്കൂടുന്നത് ആരാണ്? തെരുവിൽ ജീവിക്കുന്ന മനുഷ്യരാണ്.
നിരാലംബരായ ആളുകൾ ഓടിക്കൂടിയിട്ട് അവിടുത്തെ സവിധത്തിൽ വന്നു നിൽക്കും. കയ്യിൽ കിട്ടിയ ദിനാറുകൾ, ദിർഹമുകൾ ഇങ്ങനെ എണ്ണി എല്ലാവർക്കും കൊടുത്തിട്ട് റൊട്ടി വാങ്ങാൻ വേണ്ടി പറയും. അത് കഴിക്കുന്നത് നോക്കി നിൽക്കുന്നു സന്തോഷത്തോടെ മഹാനവറുകൾ. ചില ഉദാഹരണങ്ങൾ ഇങ്ങനെ എല്ലാ മഹത്തുക്കളുടെ ജീവിതവും പരിശോധിച്ചാൽ ഇതാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്, ഇതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രയാസപ്പെടുന്ന ആളുകളെ ഏറ്റെടുക്കുന്നു. എന്തുകൊണ്ടാണ്? പേരിനല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല. പിന്നെയോ പരിശുദ്ധരായ പ്രവാചകര് പറഞ്ഞു വെച്ച വാചകങ്ങളെ മനസ്സോട് ചേർത്തു വെച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ സവിധത്തിൽ എനിക്ക് വലിയ പവർ കിട്ടാൻ, അവന്റെ സ്വീകാര്യത കിട്ടാൻ, അവന്റെ അനുഗ്രഹം ലഭിക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ കാരണമാണെന്ന തിരിച്ചറിവാണ്. അതുകൊണ്ടാണ് എല്ലാ മഹാന്മാരും ആ വഴിയെ സഞ്ചരിച്ചത്. കണ്ടോ, രണ്ടാം ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാത്രി ഉറങ്ങാൻ വീട്ടിൽ കിടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തത്? ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ല. ആ ഉറക്കു വരാതെ പ്രയാസപ്പെട്ടത്, വീട്ടിൽ നിന്ന് ഉറക്കു വരാതെ എഴുന്നേറ്റ് പുറത്തേക്ക് വന്നത്, ആ ഉറക്കു വരാത്തതിന്റെ പേരിൽ രാത്രിയിൽ മരുഭൂമിയിലൂടെ നടന്നു നീങ്ങാൻ പ്രചോദിപ്പിച്ചത് ഈ ഭൗതികമായ ലോകമല്ല. പിന്നെ എന്താണ്? അതേ, എന്റെ ഈ നാട്ടിൽ ഏതെങ്കിലും മനുഷ്യൻ പ്രയാസപ്പെട്ടുണ്ടാകുമോ? ഈ രാത്രിയിൽ വല്ല അസ്വസ്ഥതകളും അനുഭവിക്കുന്നുണ്ടാകുമോ? അങ്ങനെ അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവന്റെ വിഷയത്തിൽ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാൻ ചോദ്യം ചെയ്യപ്പെടുമല്ലോ, ഞാൻ കുടുങ്ങിപ്പോകുമല്ലോ. ഞാൻ ഖലീഫയാണെന്നത് ശരിയാണ്, ഭരണസാരഥ്യത്തിലുള്ളയാളാണെന്നത് ശരിയാണ്. പക്ഷേ ഈ അധികാരം എനിക്ക് സുഖിക്കാനുള്ളതല്ല, ആനന്ദിക്കാനുള്ളതല്ല, സ്വസ്ഥമായി വിശ്രമിക്കാനുമുള്ളതല്ല, എന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തു പോകാനുമല്ല, അവരെന്റെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനാണ് എന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന ചിന്തയിൽ. അതേ, മറ്റുള്ളവരുടെ വിഷയത്തിൽ ഞാൻ കുടുങ്ങിപ്പോകുമോ എന്ന ബേജാറിലാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്നത്. മരുഭൂമിയിലൂടെ നടന്നു പോയി. ദൂരെ അങ്ങകലെ ഒരു കുടിലിൽ അരണ്ട വെളിച്ചം കാണുന്നു. ആ അരണ്ട വെളിച്ചം കണ്ടയിടത്തേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് നടന്നു അവിടെ എത്തി. രാത്രി ഒറ്റയ്ക്കാണ്. ആ ഒറ്റയാനായി മഹാനവറുകൾ ചെന്നു ചേർന്നപ്പോൾ ആ കുടിലിന്റെ ഉമ്മറത്ത് വിഷണ്ണനായ വിഷമത്തോടെയുള്ള മുഖത്തോടെ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുന്നുണ്ട്. വലിയ ടെൻഷനിലാണ് അയാൾ ഇരിക്കുന്നത്. ആ ഇരുത്തം കണ്ടപ്പോ മഹാനവറുകൾക്ക് ടെൻഷനായി. അവിടുന്ന് സലാം പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ കേട്ടില്ല. കുറച്ചുകൂടെ ഒച്ചത്തിൽ സലാം പറഞ്ഞു. അപ്പൊ അദ്ദേഹം കുറച്ചൊരു ഈർഷ്യതയോടെ ആ സലാമും വന്ന ആളെയും ഒന്നും പിടിക്കാതെ ഒരു ഗൗരവതരത്തിൽ സലാം മടക്കി നോക്കിയപ്പോൾ ചോദിക്കുന്നു, അങ്ങ് കടന്നു ചെല്ലാനുള്ള സമ്മതം? വന്ന ആഗതനെ കുറിച്ച് അറിയില്ല. ഈ മനുഷ്യൻ വന്നവനോട് സമ്മതം കൊടുക്കുകയാണ്. സമ്മതം കൊടുത്തിട്ട് കയറി ചെന്നപ്പോ ആ സമയത്ത് ഈ ചെറുപ്പക്കാരനോട് ചോദിക്കുന്നു, അല്ലയോ സഹോദരാ, നീ അനുഭവിക്കുന്ന പ്രയാസം എന്താണ്? നിന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കാര്യം എന്താണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഈ കുടിലിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ എന്തോ ഞരങ്ങുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ? ചെറിയ കരച്ചിലിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ആ ഞരക്കം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ എന്റെ സഹധർമ്മിണിയുടേതാണ്, എന്റെ പ്രിയ പത്നിയുടേതാ. ഞങ്ങൾ ഇതുവഴി യാത്ര പുറപ്പെട്ടതാ. എന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. ആ ഗർഭിണിയായ ഭാര്യ ആ ഭാര്യയെയും കൂട്ടി യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ അവൾക്ക് ചെറിയ പ്രസവ വേദന പോലെ വന്നു, അനുഭവപ്പെട്ടു. തൽക്കാലം ഈ കുടിലിൽ താമസിച്ചതാണ്. ആ ഭാര്യക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ ആരുമില്ല. അവൾ വേദന കടിച്ചിറക്കുകയാണ്. ഞാൻ നിഷ്ക്രിയനാണ്, ഞാൻ നിസ്സഹായനാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ ഞാൻ നോക്കി നിൽക്കുകയാ. ആ നിസ്സഹായ അവസ്ഥയാണ് അവിടെ പറയുന്നത്, പങ്കുവെക്കുന്നത്.
ഉടനെ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനോവേദനയോടെ തിരിച്ചു നടക്കുന്നു. വേഗം നടന്നു വന്നു, തന്റെ വീട്ടിലേക്ക് എത്തി. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പത്നിയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതാ എന്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്തിന്റെ ഭാര്യക്ക് പ്രസവ വേദന വന്നിട്ടുണ്ട്, ശുശ്രൂഷ നടത്താൻ ആരുമില്ല, നീ എന്റെ കൂടെ ഒന്ന് അവർക്ക് പ്രസവ ശുശ്രൂഷ ചെയ്യാൻ, പേറ്റിച്ചിയായ പണിയെടുക്കാൻ നീ ഒന്ന് വരുമോന്ന് തന്റെ സഹധർമ്മിണിയോട് ചോദിക്കുകയാണ്. ആ സഹധർമ്മിയുടെ മനസ്സും ആത്മീയതയിലൂടെ ചലിക്കുന്ന മനസ്സാണ്. അതുകൊണ്ട് തന്നെ ഉടനെ ഉത്തരം പറഞ്ഞു, ഞാൻ ഓക്കെയാ. എന്നാൽ ഒരു കാര്യം ചെയ്യാം, കുറച്ച് പഴയ തുണികളൊക്കെ എടുത്ത് സെറ്റാക്കി നിൽക്കുക, ഞാൻ കുറച്ച് മാവിന്റെ പൊടിയും സെയ്ത്തെണ്ണയും ഒക്കെ ഞാൻ സഞ്ചിയിലാക്കിയിട്ട് ഞാനും വരാം എന്ന് പറഞ്ഞിട്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതേ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള മാവും അതിന്റെ കൂടെ കൂട്ടാനുള്ള എണ്ണയും ഒക്കെ ചുമന്നുകൊണ്ട് മഹാനവറുകള് നടക്കുന്നു. പിന്നാലെ തന്റെ സഹധർമ്മിണി നടക്കുന്നു. ആ ചെറുപ്പക്കാരന്റെ വീടിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, ആ കുടിലിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആരാണ് നടക്കുന്നത്? അമീറുൽ മുഅ്മിനീനാണ് നടക്കുന്നത്. ഒരു രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്ററാണ്. പുതിയ കാലത്തിന്റെ ഭരണാധികാരികൾക്ക് മാതൃകയാണ്. ആഡംബരത്തിന്റെ വാഹനങ്ങളിലും ഏറ്റവും പത്രാസുള്ള സംവിധാനങ്ങളിലും വലിയ പ്രൊട്ടക്ഷനിലുമായി നടക്കുന്നവർക്ക് ഒരു രാജ്യത്തിന്റെ ദരിദ്രവാസികളെ കാണാനുള്ള മനസ്സില്ല. ദരിദ്രവാസികൾ ജീവിക്കുന്ന ചേരി പ്രദേശങ്ങൾക്ക് മതില് കെട്ടിയിട്ട് ചിത്രം വരയ്ക്കാൻ ശ്രമിച്ച രാജ്യത്തിന്റെ അധിപരുള്ള നാട്ടിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ദരിദ്രരെ കാണണ്ട. അമേരിക്കയുടെ പ്രധാനപ്പെട്ട ആള് വരുന്നുണ്ട്, അതുകൊണ്ട് ഈ നാട്ടിലേക്ക് വരുമ്പോ ഈ ദരിദ്രവാസികൾ ജീവിക്കുന്ന ചേരി പ്രദേശം കാണണ്ട, ആ ഗല്ലി കാണണ്ട എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ മറച്ചു വെക്കാനുള്ള മതിലുകൾ നിർമ്മിച്ച് ചിത്രം വരച്ച നാട്ടിലാണ് ഞാനും നിങ്ങളുള്ളത്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ പ്രിയ പത്നിയെയും കൂട്ടിയിട്ട് നടക്കുകയാണ്. ആ കുടിലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്കല്ല, ഉമ്മറത്തേക്ക് ചെന്നിട്ട് അഴകത്തേക്ക് സഹധർമ്മിണിക്ക് കടന്നു പോകാനുള്ള സമ്മതം ചോദിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഉമ്മറത്ത് കയറിയിരിക്കുകയാണ്. ചെറുപ്പക്കാരനോട് സംസാരം നടത്തുകയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഭാരമൊന്നു തീർക്കാൻ. പ്രിയ പത്നി ഉള്ളിൽ കയറിയിട്ട് ആ സഹോദരന്റെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. കുറച്ച് സമയം അങ്ങനെ പോയി. സമയം അങ്ങനെ പോയപ്പോ അതാ ഉമ്മറത്തുന്നൂറി വിളി കേൾക്കുകയാണ്. ആ പടിവാതിക്കൽ നിന്ന് ലഭിക്കുന്ന വിളി എന്താണ്? യാ അമീറുൽ മുഅ്മിനീൻ എന്ന വിളിയാണ്. വിളിച്ചു പറയുന്നത് നിങ്ങളെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു എന്നാണ്, സുഖപ്രസവമാണെന്നാണ്. ഈ വിളി കേട്ടപ്പോഴാണ് പരിസരത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ അന്താളിച്ചു പോകുന്നത്. എന്റെ പരിസരത്ത് വന്ന് നിൽക്കുന്നത് അമീറുൽ മുഅ്മിനീനോ, ഈ രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരിയോ? ഈ ഭരണാധികാരിയോടാണോ ഞാൻ ഈർഷ്യതയോടെ പ്രതികരിച്ചത്, ഞാൻ ഗൗരവത്തോടെ സംസാരിച്ചു പോയത്? ഉടനെ എഴുന്നേറ്റ് നിന്നിട്ട് ഉമർ തങ്ങളെ പരിസരത്ത് വന്നിട്ട് ആ ചെറുപ്പക്കാരൻ കേണപേക്ഷിക്കുന്നു, യാ അമീറുൽ മുഅ്മിനീൻ, എനിക്ക് പൊറുക്കണേ, ക്ഷമിക്കണേ എന്ന് പറഞ്ഞ മഹാനവറുകളോട് ക്ഷമാപണം നടത്തുമ്പോൾ ആ ചെറുപ്പക്കാരനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കെട്ടിയിങ്ങ് പിടിച്ചിട്ട് പറയുന്നു, മോനെ, നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത്, ഞാൻ നിന്നോടാണ്. നീ കുറച്ചു സമയം പ്രയാസം അനുഭവിച്ചില്ലേ, എന്റെ ഭരണമുള്ള നാട്ടിൽ നിന്നല്ലേ, ഇതെന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോയതല്ലേ, ഈ വിഷയത്തിൽ റബ്ബിന്റെ കോടതിയിൽ ഞാൻ കുടുങ്ങാനുള്ള സാധ്യതയില്ലേ, അതുകൊണ്ട് നിന്നോട് വളരെ വിനയത്തോടെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണ്? റബ്ബിന്റെ കോടതിയിൽ ഉമറിനെതിരായി ഈ വിഷയത്തിന്റെ പേരിൽ നീ സാക്ഷി നിൽക്കല്ല മോനെ,
എനിക്ക് പൊറുക്കണം മോനെ എന്ന് ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പൊരുത്തപ്പെടിച്ചിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ തിരിച്ചു നടക്കുമ്പോ പ്രയാസപ്പെടുന്ന മനുഷ്യരുടെ പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ഇടപെടലുണ്ടല്ലോ, പ്രവർത്തനങ്ങളുണ്ടല്ലോ, അത് റബ്ബിന്റെ സവിധത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, വലിയ ഔന്നിത്യമുള്ള കാര്യമാണ്. ആ കാര്യത്തിലേക്കാണ് നമ്മുടെ സംഘടന നമ്മെ പ്രചോദിപ്പിക്കുന്നത്. സേവന പ്രവർത്തനത്തിന് വേണ്ടിയാണ്, സാധുക്കളെ സഹായിക്കാൻ വേണ്ടിയാണ്, അതേ നല്ല സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. കണ്ടോ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ അതാ ഒരു മനുഷ്യൻ വരുന്നു. ഇബ്നു ഉമർ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള മനുഷ്യൻ ആരാണ്? ഒരു ചോദ്യം കൂടെ, അയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഏതാ? ഈ രണ്ട് ചോദ്യമാണ് ചോദിക്കുന്നത്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ മറുപടി പറയുന്നു, അതേ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ആരാണെന്നല്ലേ ഒന്നാമത്തെ ചോദ്യം. അതിന്റെ ഉത്തരം എന്താണ്? അഹബ്ബുൻ നാസി ഇലല്ലാഹി തആല അൻഫഅഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ലഭിക്കുന്ന വ്യക്തി ആരോ അവനാണ് റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടയാൾ. എന്റെ SYS-കാരാ, SSF-കാരാ, നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നമ്മളോട് പറയുന്നത് എന്താണ്? അതേ, സേവന പ്രവർത്തനം ചെയ്യാനാണ്, നന്മ പങ്കുവെക്കാനാണ്, എല്ലാ ജനങ്ങളെയും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനാണ്. ഓ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതേ, അരാജകത്തിന്റെ വഴിയിലൂടെ ചലിക്കുന്ന പുതിയ തലമുറയെ സ്നേഹത്തോടെ വിളിച്ചിരുത്തിയിട്ട് ന്യൂജൻ സൊസൈറ്റിയുടെ പ്രതിനിധികളെ അവരെ സന്തോഷത്തോടെ കൂട്ടിയിരുത്തിയിട്ട് സുംറ നടത്തിയാൽ, ആത്മീയ ഉപദേശം കൊടുത്താൽ, അവരെ വിദ്യാഭ്യാസത്തിന് സപ്പോർട്ട് ചെയ്താൽ, മത്സര പരീക്ഷയ്ക്ക് വഴിയൊരുക്കിയാൽ, നല്ല വ്യക്തിത്വത്തിലേക്ക് അവരെ ക്രമപ്പെടുത്തിയാൽ, അരാജകത്വത്തിന്റെ വഴികളോട് നോ പറയാനുള്ള മനസ്സുണ്ടാക്കിയാൽ, ഹറാമിന്റെ വഴിയിലേക്ക് വ്യത്യസ്ത ടീം ക്ഷണിക്കുമ്പോ കലാലയ മുറ്റത്തുനിന്ന് വിളിക്കുന്നവരുണ്ടാകും, ഗ്രാമത്തിന്റെ ഊടുവഴികളിൽ നിന്ന് വിളിക്കുന്നവരുണ്ടാകും, വ്യത്യസ്ത ഗാങ്സുകളുണ്ടല്ലോ, അരാജകത്വത്തിന്റെ വാദികളുണ്ടല്ലോ, നവലിബറൽ ചിന്തയുടെ വക്താക്കളുണ്ടല്ലോ. അവരെ തമ്മാടിത്തരത്തിനു വേണ്ടി വിളിക്കുമ്പോ മദ്യവും മയക്കുമരുന്നും MDMഉം ഒക്കെ വിതരണം ചെയ്യാനും അത് ഉപയോഗിക്കാനും പ്രചോദിക്കുമ്പോ, കണ്ട പെണ്ണിന്റെ കൂടെ ആർത്തുല്ലസിക്കാൻ വേണ്ടി ക്ഷണിക്കുമ്പോ, തോന്നിവാസത്തിന്റെ പാട്ടും കൂത്തുമായി ആർമാദിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കുമ്പോ, പച്ചയായ ഹറാമിന് വഴി തുറക്കുന്ന ടീമിന്റെ കൂടെ നിൽക്കാൻ നിങ്ങളെ ക്ഷണിക്കുമ്പോ, ആ സമയത്ത് ധീരതയോടെ, മനസ്ഥൈര്യത്തോടെ, ആത്മബലത്തോടെ നിങ്ങൾക്ക് അവരോട് നോ പറയാൻ പറ്റുമോ? തിരസ്കാരം പറയാൻ പറ്റുമോ? വിസമ്മതം പറയാൻ പറ്റുമോ? അൽഹംദുലില്ലാഹ്, 52 വർഷം ഈ കേരളത്തിന്റെ മണ്ണിലും കർണാടകയുടെ മണ്ണിലും സുന്നി വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചപ്പോൾ എന്താണ് ഉണ്ടായതെന്നറിയുമോ? ആത്മധൈര്യത്തോടെ അഹ്ലുസുന്നയുടെ ആദർശത്തെ ഉറച്ചു വിശ്വസിക്കുകയും അതിനുവേണ്ടി നിലകൊള്ളുകയും, അതേ, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ് എന്ന് ഉറക്കെ വിളിക്കുകയും, ഏത് തീക്ഷ്ണമായ പരീക്ഷണത്തിന്റെ വഴിയിലും, ഏത് കലാലയത്തിന്റെ മുറ്റത്തും വിശുദ്ധമായ ഇസ്ലാമിന്റെ സംസ്കാരത്തിനു വേണ്ടിയുള്ള
മുദ്രാവാക്യം വിളിക്കുകയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന 10,000 സൃഷ്ടിച്ചു വെച്ചില്ലയോ? കഴിഞ്ഞ കാലങ്ങളിൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ രൂപപ്പെടുത്തിയില്ലയോ? ആ SSF എന്ന സംഘടന രൂപപ്പെടുത്തിയ ചെറുപ്പക്കാരല്ലേ ഇന്ന് SYS-കാരായത്? അതേ, ആ SYS-ന്റെ ചുണക്കുട്ടികളായി പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ കാലത്ത് SSF-ന്റെ വഴിയിലൂടെ വളർന്നവരല്ലയോ? മതവിദ്യാർത്ഥികളെയും ഭൗതിക വിദ്യാർത്ഥികളെയും ഒരേ ആശയത്തിൽ കൂട്ടിയിരുത്തിയിട്ട് നന്മയുടെ ആശയം പരസ്പരം കൈമാറിയിട്ട് നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗമാക്കി അവരെ മാറ്റിയപ്പോ ഈ ഫസാദായ കാലത്ത്, ദുരന്തങ്ങൾ നിറഞ്ഞ കാലത്ത്, ഹറാമ് നിറഞ്ഞ കാലത്ത് ജയിക്കാനുള്ള വഴിയിലേക്കല്ലേ ചേർത്തു നിർത്തുന്നത്? മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി വലഹു അജ്റു മിയത്തു ഷഹീദ്. എന്റെ കരളിന്റെ കഷ്ടങ്ങളാകുന്ന വിദ്യാർത്ഥികളെ, SSF-കാരെ, നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ സജീവമായി പ്രവർത്തിച്ചോളൂ, അധ്വാനിച്ചോളൂ, സമയം ചെലവഴിച്ചോളൂ, അതിന്റെ മീറ്റിംഗിൽ ഇരുന്നോളൂ, അതിന്റെ ക്യാമ്പയിൻ നടത്തിക്കോളൂ, അതിന്റെ സജീവമായ പ്രവർത്തകരായിക്കോളൂ. അതേ, അങ്ങനെ ആയാലോ? അതേ, നിങ്ങളെ പോലെയുള്ള പ്രായത്തിലുള്ള ആളുകൾ ഹറാമിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ അതിൽ നിന്ന് നിങ്ങളെ മാറി നിൽക്കാൻ ഈ സംഘടന പ്രചോദിക്കുമ്പോ, അതേ, ഫസാദായ ഈ കാലത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യ മുറുകെ പിടിക്കാനുള്ള മനസ്സ് വരുമ്പോ നിങ്ങൾ ഇത്തരം ആത്മീയമായ മജ്‌ലിസിൽ വരുമ്പോ തൊപ്പിയിടുന്നില്ലേ? അത് ഹബീബിന്റെ തിരുചര്യയല്ലേ? നിങ്ങൾ അതാ മുത്തുനബിയുടെ ബുർദയുടെ വരികൾ ചെല്ലാറില്ലേ? അത് ഹബീബിനോടുള്ള ഇഷ്ടമല്ലേ? നിങ്ങൾ അങ്ങനെ തുടങ്ങിയാവുന്ന ചെറിയ ചെറിയ സുന്നത്തുകളും ഹബീബിനോടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളും മെല്ലെ മെല്ലെ ഇങ്ങനെ ചെയ്യുമ്പോ, ഈ ഫിത്ന നിറഞ്ഞ കാലത്ത് അത് നിർവഹിക്കുമ്പോൾ, തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി വലഹു അജ്റു മിയത്തി ഷഹീദ്. സംശയം വേണ്ട, നിങ്ങൾ ആയുധമെടുത്തു പോകണ്ട, രണാങ്കണത്തിലേക്ക് സഞ്ചരിക്കേണ്ടതില്ല. നിങ്ങൾ വലിയ യുദ്ധമുഖത്താണുള്ളത്. ആ യുദ്ധം എന്ന് പറയുന്ന ജിഹാദുൽ അക്ബറാണ്, അത് മുജാഹദത്തുൻ നഫ്സാണ്, ആ ശരീരത്തോടുള്ള ജിഹാദാണ്. കളിരസങ്ങൾ മുന്നിലേക്ക് വരുമ്പോ അത് വേണ്ടാന്ന് വെക്കണമെങ്കിൽ സ്വശരീരത്തോട്, അവൻ നഫ്സിനോട് ജിഹാദ് ചെയ്യണം. ആ ജിഹാദാണ് ജിഹാദുൽ അക്ബർ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ആ ജിഹാദുൽ അക്ബറിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് അതാ രണാങ്കണത്തിൽ പോയി രക്തസാക്ഷികളായ അവർക്ക് ലഭിക്കുന്നത് പോലെ അങ്ങനെയുള്ള 100 രക്തസാക്ഷികളെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞത് മുത്തുനബിയാണ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ട് ആ പ്രിയപ്പെട്ട തങ്ങളുടെ വാചകത്തെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഈ ആഖിർ സമാനിൽ അല്ലാഹുവിന്റെ ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യണമെന്ന് എന്റെ SSF-ന്റെ മക്കളോടും SYS-ന്റെ ചെറുപ്പക്കാരോടും മുസ്ലിം ജമാഅത്തിന്റെ ഉമറാക്കളോടും സ്നേഹത്തോടെ പറയട്ടെ. റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തി ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പണിയെടുക്കാനാണ് നമ്മളെ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നത്. നമ്മൾ അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഒരാളെയും ദ്രോഹിക്കലില്ല, ബുദ്ധിമുട്ടിക്കലില്ല, ആക്ഷേപിക്കലില്ല, ചീത്ത പറയലില്ല, ആരോപണങ്ങൾ ഉന്നയിക്കലില്ല, വിഭാഗീയത ഉണ്ടാക്കലില്ല. അല്ലാഹുവിന്റെ ദീന് നിലനിൽക്കണം, എന്റെ ആഖിറം രക്ഷപ്പെടണം, അതിനു വേണ്ട പണി ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. അതിനുവേണ്ടി വഴി തുറക്കലാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ പദ്ധതികളിലൂടെയും നമുക്ക് സാധിക്കാനുള്ളത് കേട്ടോ. അങ്ങനെ ചെയ്താലോ റബ്ബിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായി മാറുന്നത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മനുഷ്യനാണ്. അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമല്
സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിം, മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കലാണ്, മുസ്ലിമിന്റെ മനസ്സിൽ സന്തോഷമുണ്ടാക്കലാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എന്നിട്ട് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല അൻംശി മാഖൻ ഫീ ഹാജത്തിൻ, അതേ ഒരു സഹോദരന്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അവന്റെ കൂടെ ഞാൻ നടക്കുന്ന ആ നടത്തമുണ്ടല്ലോ, അഹബ്ബു ഇലയ്യ മിൻ അഅ്തകിഫ ഫീ ഹാദൽ മസ്ജിദി യഅനി മസ്ജിദൽ മദീന ശഹറാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒരാളുടെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി അയാളെയും കൂട്ടിയുള്ള നടത്തം എന്നിലേക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. എന്റെ പള്ളിയിൽ മസ്ജിദുൻ നബവിയിൽ ഒരു മാസക്കാലയളവ് എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാൾ എന്നിലേക്ക് ഇഷ്ടമുള്ള പ്രവർത്തനം ഈ പ്രയാസപ്പെട്ട മനുഷ്യന്റെ ആവശ്യ നിർവഹണത്തിനു വേണ്ടി അവനെയും കൂട്ടി നടക്കലാണ്. മുത്തുനബിയാ പറയുന്നത്, ഇത്തരം സംഘടനയുടെ വ്യത്യസ്ത പദ്ധതികളിലൂടെ നമുക്ക് സാധിക്കുന്ന വലിയ സ്ഥാനങ്ങളാണിത്. അവിടുന്ന് തന്നെ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നയാൾ, അതേ അദ്ദേഹത്തിന് പാരത്രികമായ ലോകത്ത് റബ്ബ് നൽകുന്ന പ്രത്യേകത എന്താണ്? ഹത്താ യസ്ബുത ലഹു അസ്ബതല്ലാഹു ഖദമഹു യൗമ തസുല്ലുൽ അഖ്ദാം. പാരത്രികമായ ലോകത്ത് പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും ബേജാറാകുമ്പോ, അതേ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സ്വഹിബതിഹി വ ബനീ ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീ. ഉറ്റവരെ, ഉടയവരെ, ബന്ധുക്കളെ, ഉമ്മ വാപ്പമാരെ, സഹോദരങ്ങളെ മുഴുവനും പാരത്രിക ലോകത്ത് കാണുമ്പോ അവരിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ വ്യഗ്രത കാണിക്കുന്ന ഒരു സന്ദർഭത്തില്, അതാ എല്ലാവരും ഇടറിപ്പോകുന്ന സന്ദർഭത്തിൽ കാലിടറാതെ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരാരാണ്? ഇത്തരം ഖിദ്മാത്തുകൾ ചെയ്യുന്നവരാണെന്ന് ലോകാനുഗ്രഹിയായ പ്രിയപ്പെട്ട പ്രവാചകര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, അത്തരം ആത്മീയമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന പ്രവർത്തനങ്ങളാണ് നമ്മുടെ സംഘടനയിലൂടെ നമുക്ക് നിർവഹിക്കാനുള്ളത്. അതേ നമ്മുടെ നേതാക്കള് നമ്മളോട് പറയുന്നുള്ളൂ. അതുകൊണ്ട് എല്ലാവരും സജീവമായി ദീനിയായ ഖിദ്മത്തിന്റെ വഴിയിൽ നിലകൊള്ളണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും അമ്മാറത്താകുന്ന നഫ്സിനോട് വസിയ്യത്തായി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കട്ടെ. എല്ലാ പുരുഷന്മാരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുമോ? ജീവിതത്തിന്റെ സർവാധി സുഖങ്ങളും നമുക്ക് ലഭിക്കാൻ കാരണക്കാരനായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബ് കൊണ്ട് അങ്ങേയറ്റം സ്നേഹിക്കണമല്ലോ. ആ സ്നേഹത്തിലേക്ക് നമ്മുടെ ഖൽബ് നിലനിൽക്കാൻ, അവിടുത്തോടുള്ള ആദരവ് മനസ്സിലുറക്കാൻ, അവിടുത്തോടുള്ള മഹബ്ബത്തിൽ ജീവിതം നയിക്കാൻ, അതിനുവേണ്ടിയല്ലേ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത്. മഹാന്മാരെ മുഴുവനും ആ വഴി സ്വീകരിച്ചവരല്ലയോ? നമ്മുടെ അമല് കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടൂല. ആരാധനകൾ മതിയായതല്ല, അത് വീഴ്ചയുള്ളതാണ്. റജബ് മാസമല്ലേ, റബ്ബിന്റെ മഗ്ഫിറത്ത് ലഭിക്കുന്ന മാസമല്ലേ, ഔദാര്യം ലഭിക്കുന്ന ദിനരാത്രങ്ങളല്ലേ, നിസ്കാരത്തിന്റെ വാർഷികത്തിന്റെ മാസമല്ലേ. കഴിയുന്ന ഹസനാത്തുകൾ വർദ്ധിപ്പിക്കണം. ഫർള് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ ശ്രമിക്കണം. മുഅക്കദായ റവാത്തിബെങ്കിലും കൃത്യമായി കൊണ്ടു നടക്കണം. ദുഹാ നിസ്കരിക്കാനുള്ള മനസ്സ് വേണം. തഹജ്ജുദ് കഴിയുമെങ്കിൽ നമ്മൾ നടപ്പിലാക്കണം. നിസ്കാര ശേഷമുള്ള അദ്കാറുകൾ കൊണ്ടു നടക്കണം. എല്ലാ ദിവസവും റബ്ബിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് ഖേദിച്ചു മടങ്ങണം. അതുകൊണ്ടെല്ലാം നമുക്ക് രക്ഷയുണ്ടാകും. അങ്ങനെയൊന്ന് ഖൽബ് നന്നാകണം. അതോടൊപ്പം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഖൽബ്
തിരിച്ച് എല്ലാ ദിവസവും ഒരു 100 തവണ സ്വലാത്ത് ചെല്ലാമോ? സലാം പറയാമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം എന്ന സ്വലാത്ത് ചൊല്ലിയാൽ സുൽത്താനുൽ ഉലമ ചെല്ലാൻ വേണ്ടി ഇജാസത്ത് നൽകുന്ന സ്വലാത്തല്ലേ അത്? മുത്തുനബിയുടെ മേൽ സ്വലാത്ത് സലാമുണ്ട്, ആലിന്റെ മേലിലുമുണ്ട്. ആ സ്വലാത്ത് ഒരു 100 തവണ ചെല്ലാൻ മനസ്സു കാണിച്ചാൽ മദീന മുനവ്വറയിൽ നിന്ന് മുത്തുനബി നമ്മെ സ്വീകരിക്കുമല്ലോ, നമ്മെ ഏറ്റെടുക്കുമല്ലോ. പാവപ്പെട്ട റാഷിദിന്റെ സ്വലാത്ത് സലാം, നിങ്ങളെ സ്വലാത്ത് സലാം മദീനയിൽ എത്തിക്കാൻ മലായികത്തുകൾക്ക് അല്ലാഹു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്നലില്ലാഹി അതേ സയ്യാഹീന ഫിൽ അർദി, ഭൂമി ലോകത്ത് അതേ വിഹരിക്കുന്ന ഒരു പറ്റം മലായികത്തുകളുണ്ട്. ആ മലായികത്തുകളെ പണി എന്താണ്? യുബല്ലിഗൂനി അസ്സലാം, അവരെന്നിലേക്ക് സലാം എത്തിക്കലാണ് അവരുടെ ഡ്യൂട്ടി. നമ്മൾ ഈ നാട്ടിൽ നിന്നും നമ്മുടെ വീട്ടിൽ നിന്നും എല്ലാ ദിവസവും ഒരു 100 തവണ മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലിയാൽ, സലാം പറഞ്ഞാൽ, അത് മദീനയിലേക്ക് കണക്ട് ചെയ്യപ്പെട്ടാൽ, മലായികത്തുകൾ അത് അവിടെ കൊണ്ടുപോയി സമർപ്പിച്ചാൽ, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ കൈയൊഴിക്കൂല, അവിടുന്ന് സ്വീകരിക്കുമല്ലോ. അത് പ്രതീക്ഷിച്ചുകൊണ്ട് സ്വലാത്ത് പതിവാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്ന് ഈ സദസ്സിൽ വസിയ്യത്തായി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കട്ടെ. കൽബ് മദീനയിലെത്തിയോ? അതേ മുത്തുനബിയിലേക്ക് ഒരു സലാം പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാമല്ലോ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള മദീനയാണ്. മസ്ജിദ് നബവി കണ്ടോ? അതേ പ്രൗഢമായ മിനാരങ്ങൾ കണ്ടോ? ഖുബ്ബത്തുൽ ഖദറാ കണ്ടോ? ബാബുസ്സലാം കണ്ടോ? ജന്നത്തുൽ ബഖീയ കണ്ടോ? മാബൈന ഖബരി വ മിൻബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന, ഭൂമിയിലെ സ്വർഗ്ഗം കണ്ടോ? കൽബ് എവിടെയാണോ? ആത്മാവ്, പാപഭാരമുള്ള ആത്മാവ് മദീനയിലെത്തിയോ? ശരീരം ഇവിടെ നിൽക്കട്ടെ, ആത്മാവ് അവിടെ ഒന്നെത്തട്ടെ. ഒന്ന് വരുമോ? മുത്തുനബി അന്തിയുറങ്ങുന്ന ഹുജറത്ത് ശരീഫയുടെ മുന്നിലേക്ക് അതവോടെ ഒന്ന് ചെന്ന് നിൽക്കുമോ? സ്വർണ്ണ നിറമുള്ള ഗ്രില്ല് കാണുന്നുണ്ടോ? അതിലുള്ള 3 ദ്വാരം കണ്ടോ? അതിലെ ഒന്നാമത്തെ വലിയ ദ്വാരത്തിന് അഭിമുഖമായി കിടക്കുന്നത് ആരാണെന്നറിയോ? അതൊരു സാധാരണക്കാരനല്ല. അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ആശിഖീൻ, മുറാദിൽ മുസ്താഖീൻ, ശംസുൽ ആരിഫീൻ, സിറാജിസ് സാലികീൻ, മിസ്ബാഹിൽ മുഖറബീൻ, മുഹിബ്ബുൽ ഫുഖറാഇ വൽ ഗുറബാഇ വൽ മസാകീൻ, സയ്യിദുൽ തഖലൈൻ, നബിയിൽ ഹറമൈൻ, ഇമാമുൽ ഖിബ്ലതൈൻ, വസീലത്തിനാ ഇലല്ലാഹിൽ ഹന്നാനിൽ മന്നാൻ, സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ തങ്ങളെ നമ്മെ കൈപിടിക്കും, നമ്മുടെ പാപങ്ങൾ പരിഹരിച്ചു കിട്ടാൻ റബ്ബിനോട് റെക്കമെൻഡ് ചെയ്യും. അവിടുത്തെ കാരുണ്യത്തിന്റെ നോട്ടമൊന്നു ലഭിക്കണം. അത് പ്രതീക്ഷിച്ച് അതവോടെ സ്നേഹത്തോടെ ഒരു സലാം പറഞ്ഞോളൂ, കൽബറിഞ്ഞു പറഞ്ഞോളൂ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു والسلام عليك يا رسول الله، الصلاة والسلام عليك يا رسول الله. خذ بأيدينا قلت حيلتنا، أدركنا يا رسول الله، يا حبيب الله، يا خليل الله. آمين. الحمد لله رب العالمين. اللهم صل
صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد റഹ്മാനായ റബ്ബേ ഞങ്ങളിതാ ഖൽബ് ചേർത്ത് വെച്ച് മദീനയിലേക്ക് ഒരു സ്വലാത്ത് സലാം ചൊല്ലിയിരിക്കുന്നു. ഹബീബിന്റെ ഹദറത്തിൽ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ റഹ്മത്തിന്റെ നോട്ടം നൽകണേ അല്ലാഹ്. അവിടുന്ന് കൈപിടിക്കുന്ന അനുയായികളിൽ പെടുത്തണേ അല്ലാഹ്. അമലുകളില്ലാത്തവരാണ്, ആഖിർ സമാനിൽ ജീവിക്കുന്ന ചപ്പു ചണ്ടിച്ചവറുകളാണ്. നാളെ നിന്റെ കോടതിയിലേക്ക് വരുമ്പോ രക്ഷപ്പെടാൻ എങ്ങനെ വഴിയുണ്ടെന്ന് നിശ്ചയമില്ലാത്തവരാണ്. അല്ലാഹ് 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 നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായം കൊണ്ട് ഞങ്ങൾ ആഖിറ രക്ഷപ്പെടുത്തി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഹൗദുൽ കൗസർ നൽകണേ അല്ലാഹ്. അവിടുത്തെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഞങ്ങളെ നീ കൈയൊഴിക്കല്ലേ അല്ലാഹ്. ഈ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസ് ആക്കണേ അല്ലാഹ്. സാദാത്യങ്ങൾ വന്നുപോയ മജ്ലിസാണ്, ഇനി വരാനുള്ള മജ്ലിസാണ്. നിന്റെ ദീനിനെ കുറിച്ച് പറഞ്ഞ മജ്ലിസാണ്, നിന്റെ ഹബീബിനെ ഓർമ്മിച്ച മജ്ലിസാണ്. റജബിന്റെ മാസവുമാണ്, അതെല്ലാം ബറക്കത്തുള്ളതാണ്. അതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാഹ്. ഞങ്ങളെ കൈയൊഴിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ദുനിയാവും ആഖിറവും നീ ഇസ്സത്തിലാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സർവ്വ ഖൈറായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാഹ്. എല്ലാ മുസീബത്തുകളിൽ നിന്നും സലാമത്ത് നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ദീനിന്റെ ഖിദ്മത്തിൽ ഞങ്ങൾക്കും ഞങ്ങളെ ആദരണീയരായ നേതാക്കൾക്കും പ്രവർത്തകർക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മരിച്ചുപോയ ഉമ്മ ബാപ്പമാരുണ്ട്, ഉസ്താദുമാരുണ്ട്, ഞങ്ങളെ ബന്ധുജനങ്ങളുണ്ട്, ഞങ്ങളെ പ്രവർത്തകരുണ്ട്, നേതാക്കളുണ്ട്, പലരുമുണ്ട്. അടുത്ത ദിവസം മരിച്ചുപോയ സെക്ടർ ഭാരവാഹിയായ സാബിത്ത് സഖാഫി അടക്കം, എന്റെ പ്രിയപ്പെട്ട മകൻ യൂണിറ്റ് ഭാരവാഹിയായ മുഹമ്മദ് സിനാൻ അടക്കം ആരെല്ലാം ഞങ്ങളിൽ നിന്ന് പെട്ടെന്ന് പിരിഞ്ഞു പോയോ എല്ലാവരുടെ ഖബറും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. അവരോടൊപ്പം നിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സന്തോഷത്തിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ബാരിക് ലനാ ഫീ اللهم بارك لنا في رجب وشعبان وبلغنا رمضان وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.